കവനൻ്റ് എടുക്കുന്നവർ ആരാണ് കവനൻ്റ് ഹാർവസ്റ്റിംഗ് നടത്തുന്നത്? കവനൻ്റിൽ കോൺഫിഡൻസ് ഉള്ളവരാണ്. ചിലർക്ക് കോൺഫിഡൻസ് എന്ന് വെച്ചാൽ ആത്മവിശ്വാസം. നമ്മുടെ കവനൻ്റ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാകണം. പലരുടെയും ഒരു വിഷയം എന്ന് പറയുന്നത്, എനിക്ക് മനസ്സിലായിരിക്കുന്നത്, ചിലർക്ക് അത്ര കണ്ട ആത്മവിശ്വാസം ഇല്ല. അതുകൊണ്ടാണ് അവരുടെ കവനൻ്റ് ഉടമ്പടി പമ്മി നിൽക്കുന്നതിൻ്റെ കാരണം. ചിലർക്ക് വെടിക്കെട്ട് ആത്മവിശ്വാസമാണ്. ചിലർ പറയും അമ്മയുടെ മുമ്പിലൊന്ന് ചെന്ന് നിന്നാൽ മതിയെന്ന് പറയും. അവരുടെ അനുഭവം അവരുടെ വിശ്വാസത്തിന് ആനുപാതികമായിരിക്കും. ചിലർ പറയും പോയി നോക്കാം, എടുത്ത് നോക്കാം, എങ്ങനെ ഇരിക്കുന്നു വരട്ടെ. നമ്മുടെ ഈ പ്രശ്നമെന്നൊക്കെ പറയുന്നത് എന്തൊരു ഗുരുതരമായ പ്രശ്നമാണ്. ഇതൊക്കെ ആരെക്കൊണ്ട് സാധിക്കും? ദൈവത്തിൽ പോലും അവർക്ക് ദൈവത്തിനെ കൊണ്ട് ഇത് പറ്റുമോ എന്നാണ് അവർക്ക്. ഈ പണ്ടത്തെ അവരുടെ വിശ്വാസപ്രകാരം ചെറിയ ചെറിയ കാര്യങ്ങളാണ് ദൈവം ചെയ്യണത്, വലിയ കാര്യങ്ങൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ചെയ്യണം. എന്താണ് പ്രശ്നം? ആൾക്കാരുടെ ഒരു അപ്രോച്ചിൻ്റെ പ്രോബ്ലം ഉണ്ട് ഇതിൻ്റെ അകത്ത്. നിങ്ങൾക്ക് ദൈവത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ് അബൌട്ട് ഫെയ്ത്ത് ആൻഡ് ഫെയ്ത്ത് കണ്ടൻറ്റ് ഇതെല്ലാം ലിറ്റിൽ ഗോഡാണ്. ചെറിയ ദൈവങ്ങൾ വല്ല പനി മാറ്റുക, ജലദോഷം മാറ്റുക, ഇങ്ങനെയൊക്കെയുള്ള. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊക്കെ എൻ്റെ 7 കോടി കടവാണ്, ദൈവത്തിന് പോലും ഇത് ചെയ്യാൻ പറ്റുമോ? ചില ആൾക്കാർ ചെയ്യുക ദൈവത്തിന് പോലും നടക്കില്ലെന്ന് പറയും. എന്ന് വെച്ചാൽ അവരുടെ ദൈവം അത് ഒരു പ്രശ്നം ബ്ലാസ്ഫെമിയാണ്. അങ്ങനെ ദൈവത്തിന് പോലും പറ്റുമെന്ന് ചിന്തിക്കണ പോലും ബ്ലാസ്ഫെമിയാണ്. എന്ന് വെച്ചാൽ എന്താ പറയേണ്ടത്, ദൈവശാപം കിട്ടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റണമെന്ന് വെച്ചാൽ അല്ല, ആദ്യമേ ഓർക്കേണ്ട ഇതാണ്. ഇപ്പോഴത്തെ നാം പാടിയ പാട്ട് എന്താണ്? ഹബക്കൂക്ക് 5:6-1:5 എന്താണ്? പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത ഒരു പ്രവൃത്തി. എന്നുവെച്ചാൽ നിൻ്റെ ചിന്തയ്ക്ക്, ബുദ്ധിക്ക്, ആലോചനയ്ക്ക്, അറിവിന്, അനുഭവത്തിനപ്പുറത്ത് ഉള്ള പ്രവൃത്തികളാണ് ദൈവം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതൊരു വിശ്വാസം. ഇപ്പോൾ ഇന്നലെ ഒരു മണിപ്പൂരിൽ നിന്ന് ഒരു ദമ്പതികൾ വന്ന്, അപ്പോൾ അവരത്ര അകലെന്ന് വന്ന കാരണം ഞാൻ അവരെ അപ്പം തന്നെ കണ്ടവർ. അല്ലെങ്കിൽ പിന്നെ അവർ ഉടമ്പടി എടുത്തിട്ട് ഇവിടെ വന്ന് നിന്നപ്പോൾ ഞാൻ വിളിച്ചവരെ. കാര്യം അവർ ഇവിടെ ഫ്ലൈറ്റിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് അടുത്ത ഫ്ലൈറ്റ് തിരിച്ചു പോവുകയാണ്. അപ്പോൾ അവർ അത്രയും ദൂരെ നിന്നൊക്കെ വരുമ്പോൾ കാണേണ്ടത് ഒരു ധാർമ്മികമായ ഒരു വിഷയമാണ്. അപ്പോൾ ഞാനവരെ വിളിച്ചു, ഞാൻ ചോദിച്ചു വിഷയം എന്താണെന്ന് തിരക്കി. അപ്പോൾ അവർക്ക് 7 കോടി രൂപയുടെ കടമാണ്, അതാണ് വിഷയം. അപ്പോൾ ആരോ അച്ഛന്മാർ അവിടുത്തെ സൊല്യൂഷൻ അച്ഛൻ ഗൈഡ് ചെയ്തതാണ് കൃപാസനത്തിലോട്ട്. അപ്പോൾ അച്ഛന്മാരായാലും ശരി, അവർക്ക് ഇപ്പോഴേ ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഒരു മനുഷ്യന് ഒരു വലിയ ആപത്ത് വന്നാൽ അഭയം പ്രാപിക്കാനുള്ള ഒരു സ്ഥലമാണ് അമ്മയുടെ നെഞ്ചകം. അപ്പം അതുകൊണ്ട് അച്ഛനെ അവരെ പറഞ്ഞു വിട്ട്. പക്ഷെ ഞാൻ അതുപോലെ തന്നെ അവരെ സ്വീകരിച്ച് അവരുടെ പേപ്പറൊക്കെ നോക്കി. പേപ്പറെല്ലാം ഓക്കെയാണ്, അവരുടെ ഉടമ്പടിയും അതെല്ലാം കറക്റ്റാണ്. ഞാനവരുടെ കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് അവർക്ക് ഇനി ഇപ്പോൾ മണിപ്പൂരിലെ വിഷയങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇതിന് കടവും കൂടി വന്നപ്പോൾ സർവൈവിങ്ങിന് പാടാണ്. അപ്പം ഞാനിത് കൊണ്ടുവന്ന് ഈശോയെടുത്ത് കൊടുത്തു, ഇവരുടെ ചീട്ട് അമ്മയുടെ അടുത്ത് കൊടുത്തിട്ട് മധ്യസ്ഥം വായിച്ചിട്ട് കൊണ്ട് ഈശോ, അതാണല്ലോ നമ്മുടെ പ്രൊസീജിയർ. ആദ്യം അമ്മയുടെ അടുത്ത് വെച്ച് അത് മധ്യസ്ഥം വായിച്ചിട്ട് കൊണ്ട് ഈശോയുടെ കാൽപാദങ്ങൾ വെക്കുമ്പോൾ ഉടനെ ഒരു വലിയ താക്കോല്. അപ്പം ഞാൻ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ. താക്കോൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, കവനൻ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് താക്കോല്. അതൊരു ദർശനമാണ്. അപ്പം എൻ്റെ അർത്ഥം ആ വിഷയം ദൈവം തുറക്കാൻ പോകണം. നമുക്ക് തുറക്കാൻ പറ്റാത്ത വിഷയമാണത്, ദൈവം അത് തുറക്കാൻ പോകണം. അതെന്താ ഈ താക്കോൽ എനിക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്തതിൻ്റെ കാരണം, തലേ ദിവസം ഇന്നലെ വേറെ ഒരു സഹോദരി, അവരുടെ പേര് സാന്ദ്ര സന്തോഷ്, കോട്ടയം. സാന്ദ്ര സന്തോഷിൻ്റെ ജീവിതം ഇതുപോലെ അടഞ്ഞു പോയ ജീവിതമാണ്. സാന്ദ്ര സന്തോഷിന് ഇതുപോലെ ഈ പ്രശ്നം ഉണ്ടായിരുന്നു. സാന്ദ്ര സന്തോഷ് പറഞ്ഞ് ഞാൻ കല്യാണം കഴിച്ചിട്ട് ഞങ്ങൾ ആദ്യം വന്നത് ഇവിടെയാണെന്ന് പറഞ്ഞു. ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് ആദ്യം വന്നത് ഇവിടെയാണ്. ഇവിടെ വരാൻ വേണ്ടി വന്നതല്ല, വേളാങ്കണ്ണിലോട്ട് പോണ വഴിക്ക്
എൻ്റെ ബാഗെ കൂടി പോയപ്പോൾ മാതാവിൻ്റെ മുമ്പിൽ ഇറങ്ങിയതാണ്. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ സാന്ദ്രയുടെ മനസ്സിൽ വന്നിട്ടുള്ള ഒരു കുറച്ച് മനോവിചാരങ്ങളുണ്ട്. ഈ വിശ്വാസവും വിചാരവും തമ്മിൽ ഭയങ്കര കണ്ടൻ്റാണ്. നിങ്ങൾ പലപ്പോഴും പണിമേടിക്കണം. നിങ്ങൾ വാ പൊളിച്ചില്ലെങ്കിൽ നിങ്ങൾ പണിമേടിക്കാൻ സാധ്യതയുണ്ട്. ചില ആൾക്കാർ വാ പൊളിച്ചാലല്ല കണ്ണക്കുറിട്ട് അടി മേടിക്കത്തുള്ളൂ. ചില വാ പൊളിച്ചില്ലെങ്കിൽ അടി പാർസൽ മേടിക്കും. വിചാരിച്ചാൽ മതി. നമ്മുടെ എന്താണ് വിചാരവും വിശ്വാസവും തമ്മിൽ ആദ്യം വിശ്വാസം വിചാര രൂപത്തിലാണ് രൂപപ്പെട്ട് വരുന്നത്. നിങ്ങൾ എന്ത് വിചാരിക്കുന്നു അതാണ് നിങ്ങളുടെ വിശ്വാസം. അപ്പോൾ ഈ വിചാരം എന്താണെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയേക്കണം. എന്താ കാര്യത്തിൽ ഇപ്പോൾ രക്തസ്രാവക്കാരി എന്താണ് വിചാരിച്ച നില പറയണത്? അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലെങ്കിലും സ്പർശിക്കാൻ ഇടയായാൽ താൻ സൗഖ്യപ്പെടുമെന്ന് അവൾ ഉള്ളിൽ കരുതിയിരുന്നു. അപ്പോൾ ആ വിശ്വാസം ആദ്യം തന്നെ എവിടുന്നാണ്? കരുതലിലാണ് വന്നത്. അപ്പോൾ നിസ്സാരമല്ല. നിങ്ങൾക്ക് കൃപാസനം മാതാവിനെക്കുറിച്ച് വല്ല പൊട്ട കരുതലുമാണെങ്കിൽ അടി പാർസൽ മേടിച്ചിട്ടേ പോകത്തുള്ളൂ. കാര്യം അതോടുകൂടി തന്നെ നിങ്ങൾ കരുതൽ തീരുമാനം. പിന്നെ നിങ്ങൾ എന്ത് അഭ്യാസം കാണിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ അത് കരുതൽ മർക്കോസ് 5:28 അവന്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി എന്ന് പറഞ്ഞേ. അവന്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി, ഞാൻ സുഖം പ്രാപിക്കും എന്ന് അവൾ വിചാരിച്ചിരുന്നു. അപ്പോൾ വസ്ത്രത്തിൽ തൊട്ടാൽ സുഖം പ്രാപിക്കുമെന്ന് വിശ്വസിച്ച ഈശോ പറഞ്ഞ എന്താണ്? സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ആ വിശ്വാസം അവളിലുണ്ടായത് എങ്ങനെയാണ്? വാക്കിലൂടെ അല്ല പറഞ്ഞത്, പിന്നെ എന്താ? വിചാരത്തിലൂടെയാണ്. അപ്പോൾ ഈ സാന്ദ്ര സന്തോഷിൻ്റെ വിചാരം എന്താണെന്നറിയാവോ? അവളിവിടെ ഭർത്താവുമായിട്ട് ഇവിടെ വന്ന് ലാൻഡ് ചെയ്യുമ്പോൾ ഇതുപോലെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ അവളെ വെള്ളിയിൽ വിചാരിക്കുകയും എന്നാത്തിനായിത്തെ വലിച്ചു കെട്ടി ആൾക്കാരെല്ലാം കൂടി ഇവിടെ വന്ന വല്ല കാര്യം ഉണ്ടാകുന്നു. അതാണ് അവളുടെ വിചാരം. അവളുടെ വിചാരം അതാണ്. ഇത്രയും തിരക്കാണിക്കേണ്ട വല്ല കാര്യമുണ്ട്. എന്നുവെച്ചാൽ അവർക്ക് അതിനെക്കുറിച്ച് അത്രയും നോളജുള്ള എന്ത് കഥ അറിഞ്ഞിട്ടാണ് ഈ ആൾക്കാർ ഈ ഡിസൈനിലേക്ക് കയറണം എന്നാണ് തല ചിന്തിക്കുന്നത്. അങ്ങനെയാണ് അങ്ങനെ ചിന്തിച്ചിട്ട് അവർ വെള്ളാങ്കലിലേക്ക് പോയി. പക്ഷെ എപ്പോഴും നമുക്ക് അങ്ങനെ വല്ല ചിന്ത ഉണ്ടെങ്കിൽ ഭാവി കാര്യങ്ങളിലൊരു പണി തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. എന്താ കാര്യം? നിങ്ങൾ വിശുദ്ധമായൊരു സ്ഥലത്ത് വന്നിട്ട് ദൈവിക പദ്ധതി മനസ്സിലാക്കാൻ വേണ്ടി മാത്രം കഴിവില്ലാത്ത ഒരു ഉരുപ്പടിയായിപ്പോയി. നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലുള്ളത് 10,000-കണക്കിന് സാക്ഷ്യങ്ങളാണ്. അനുദിനം മനുഷ്യർ പറയുന്ന ദൈവാനുഭവങ്ങൾ, അത് മാത്രം കേട്ടാൽ മതി. ഇവളിങ്ങനെ പറഞ്ഞു പോയെങ്കിലും അവളെ ദൈവത്തിനെതിരൊന്നുമല്ലേ. ഇവിടെ എന്തിനാണ് ആൾക്കാരിങ്ങനെ ഇടിച്ചു തല്ലണത്? ഇതൊക്കെ വല്ലതും അറിഞ്ഞിട്ടാണ്, വല്ല ഉള്ള കാര്യമാണ് എന്നുള്ള ചിന്ത അവർക്ക് അറിയത്തില്ലല്ലേ. അവർക്ക് ഈ വിഷയത്തെക്കുറിച്ചൊന്നും അറിയത്തില്ല. ഫസ്റ്റ് ടൈം ഹീസ് കമ്മിങ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നം കുറച്ച് കഴിഞ്ഞപ്പോൾ ജീവിതത്തിൽ കല്ല് കടിക്കാൻ തുടങ്ങി. നല്ലൊരു ഭർത്താവിനെ കിട്ടിയതാണ്, മര്യാദയ്ക്ക് ജീവിക്കാൻ തുടങ്ങിയതാണ്. പക്ഷെ നമ്മളെപ്പോഴും നിങ്ങൾക്ക് എപ്പോഴും വരുന്നൊരു പ്രശ്നമേ, നിങ്ങൾ എപ്പോഴും അസമയത്തും സമയത്തും പ്രാർത്ഥനയുടെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യരുത്. ഇപ്പോൾ ചിലർ പറയാം, നല്ല ഭർത്താവിനെ കിട്ടി, സന്തോഷമാണ്, അവൾക്ക് ജോലിയുണ്ട്, ഞങ്ങൾക്ക് ജോലിയുണ്ട്, പിന്നെ കുഞ്ഞിനെ കെട്ടി, ജീവിക്കാനൊരു വീടൊക്കെയായി, ബന്ധുക്കളും സ്വന്തപ്പെട്ടവരുണ്ട്, എല്ലാം ഹൈഫൈവ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങളെ പിന്നെ എന്തിനാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ഇപ്പം സാന്ദ്ര പറയുന്നുണ്ടത് സാക്ഷ്യത്തിൽ. ഞാൻ നല്ലവണ്ണം ബൈബിൾ വായിക്കുന്ന ആളായിരുന്നു. എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് കിടന്നുറങ്ങണ മുമ്പ് ബൈബിൾ വായിച്ചേക്കണമെന്ന്. കിടന്നുറങ്ങണതിന് മുമ്പ് നീ ബൈബിൾ വായിച്ചിട്ടേ കിടന്നുറങ്ങാം. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും ബൈബിൾ വായിക്കാത്ത ദിവസങ്ങളില്ലെന്നാണ് പറയണത്. ബൈബിൾ വായിക്കാത്ത ദിവസങ്ങളില്ല. പക്ഷേ നല്ല ഭർത്താവിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ, അതുപോലെ തന്നെ ജീവിതത്തിൽ നിക്കക്കള്ളിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ആദ്യം അത് ബാധിച്ചത് എവിടെയാണ്? പ്രാർത്ഥനാ ജീവിതത്തെയാണ് ബാധിക്കണത്. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്കൊരു നല്ല കാലം വന്നാൽ നിങ്ങൾക്ക് ആത്മീയമായിട്ടൊരു മോശം കാലം തുടങ്ങിയെന്ന് പറയാം. നിങ്ങൾക്കൊരു നല്ല കാലം വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആത്മീയമായിട്ട് അധികം പ്രാർത്ഥനയില്ലാത്ത, ദൈവാശ്രയമില്ലാത്ത
ഒരു മോശം കാലം വരും. വന്നെന്ന് മനസ്സിലാക്കാം. കാര്യം നല്ല കാലം കൈകാര്യം ചെയ്യൽ വന്ന മിസ്റ്റേക്കാണത്. നല്ല കാലം വരുമ്പോൾ അതുപോലെ തന്നെ ദൈവത്തോടും, ഇപ്പം ദൈവത്തിനെ കൊണ്ട് ചിലരെന്താ ചെയ്യണമെന്നറിയാമോ? എനിക്കിപ്പം ഞാൻ എന്നാത്തിനാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയാൻ പാടില്ല. ഇപ്പം അങ്ങനെ എന്തിനാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയാൻ പാടില്ലാത്തവരുടെ അന്ധന്മാരുടെ കാലം ഇനി വർദ്ധിക്കുകയുള്ളൂ. ഇപ്പം നിങ്ങളെല്ലാം പോകുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് പലർക്കും യൂറോയിലാണ് ശമ്പളം കിട്ടുന്നത്. ഇന്ത്യൻ മണി എപ്പോഴും അതിൻ്റെ വാല്യൂ കുറഞ്ഞിരിക്കുന്ന സമയത്ത് യൂറോക്കാരൻ്റെ കണ്ണു പോകാനുള്ള സാധ്യതയുണ്ട്. എന്താണ്? അവൻ ചിന്തിക്കാത്ത കാശാണ് ശമ്പളമായിട്ട് അതിന് കിട്ടുന്നത്. അപ്പം അതിൻ്റെ കൂടെ ഫണ്ട് കിട്ടി, ജോലി കിട്ടി, ഫ്ലാറ്റ് കിട്ടി, ജീവിതം കിട്ടി. പിന്നെ എന്തിനാണ് ഇവർ പ്രാർത്ഥിക്കേണ്ടതെന്ന് ഇവർക്ക് അറിയത്തില്ല. അങ്ങനെ കുറേ ഒരു വംശം ഉണ്ടാകുന്നുണ്ട്. അന്ധതയുടെ ഒരു വംശം വരുന്നുണ്ട്. അത് എന്തിന് പ്രാർത്ഥിക്കണം? ഇപ്പം നിങ്ങളൊക്കെ ഇവിടെ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യമുണ്ടല്ലോ. ഇനി കാര്യമില്ലാത്ത കാലം വരും. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശാപകാലമെന്ന് പറയുന്നത് അവന് എന്തിനെ പ്രാർത്ഥിക്കണമെന്ന് അറിയേണ്ടാത്ത ഒരു കാലം വരുമ്പോഴാണ്. അപ്പോൾ മാത്രം നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. പക്ഷേ ദൈവത്തിന് നിങ്ങളെ നേരത്തെ അറിയാം. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു നല്ല കാലം വന്ന് ദൈവത്തെ ആശ്രയിക്കേണ്ടാത്ത കാലം വന്നാൽ പ്രാർത്ഥന ഡിമിനിഷ് ചെയ്യും, മങ്ങിപ്പോകുമെന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ ഈ കാലത്ത് നല്ലവണ്ണം ആശ്രയിച്ച് പ്രാർത്ഥിപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് കാര്യങ്ങൾ നടക്കാതെ ദൈവം ലാഗ് ചെയ്ത് കൊണ്ടുപോകണത്. കാര്യം ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുകയും ദൈവാനുഭവം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യത്തുള്ളൂ. ഇപ്പം തന്നെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അനുഗ്രഹം എടുത്ത് കയ്യിൽ തന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഹൈഫൈവായി, പ്രാർത്ഥനാ ജീവിതം ഇല്ല. പിന്നെ ഇനി എന്തെങ്കിലും പറഞ്ഞെങ്കിൽ ഇഷ്യൂ ഉണ്ടാകണം. അപ്പോൾ ഇഷ്യൂ ബേസ്ഡാണ് നമ്മുടെ ആധ്യാത്മികത. അത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. ഒരു വിഷയബന്ധിയാണോ? അത് നമുക്കറിയാമല്ലോ, ക്രിസ്തീയ ആധ്യാത്മികതയുടെ പ്രശ്നം അതൊരു വ്യക്തിബന്ധമാണ്. ആ ക്രിസ്തീയ എന്തുകൊണ്ടാണ് ഞാൻ ഇന്നലെ നമ്മുടെ ഇൻ്റർനാഷണലോട് പറയുമായിരുന്നു, why there are so many fervent martyrs, holy martyrs and saints in the Catholic Church. എന്തുകൊണ്ടാണ് ഈ കത്തോലിക്ക സഭയിൽ ഇത്ര കണ്ട് ധർമ്മരക്തസാക്ഷികളും വിശുദ്ധ രക്തസാക്ഷികളും ഉള്ളത്? ബിക്കോസ് ഗോഡ് ഈസ് എ പേഴ്സൺ. ദൈവം ഒരു വ്യക്തി ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ബുദ്ധിസമൊക്കെ പറയുന്ന പോലെയും അല്ലെങ്കിൽ വേദിക് റിലിജനൊക്കെ പറയുന്ന പോലെ ഒരു തുര്യ സ്റ്റേജ് നമുക്ക് അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. ഒരു പ്രാതിഭാസികമായ അനുഭവവും ആശയവാദങ്ങളുണ്ട്. അതുപോലെ തന്നെ പ്രപഞ്ചത്തെ കാണുന്ന വേറെ കാഴ്ചപ്പാടുകളുണ്ട്. അതിലുള്ള യോഗിസ്റ്റിക് മെത്തേഡുകളുണ്ട്. അപ്പോൾ ആ മെത്തേഡെല്ലാം പ്രാപിച്ചു കഴിയുമ്പോൾ ഇപ്പോൾ ആ ഒരു ദൈവത്തെ വ്യക്തിയായിട്ട് നമുക്ക് അനുഭവിക്കാത്തോടത്തോളം കാലം നമുക്കുണ്ടാകുന്ന അനുഭവം ഒരു മെറ്റാഫിസിക്കലായിട്ടുള്ള അനുഭവങ്ങളാണ്. അതിൽ ഒരു വ്യക്തിയെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഒരാളിനെ ഒരു മെറ്റാഫിസിക്കൽ യാഥാർത്ഥ്യത്തിലേക്ക് ഒരു വ്യക്തിക്ക് അവൻ്റെ ലൈഫ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ പ്രശ്നം? ഇവിടെ പക്ഷേ അങ്ങനെയല്ല. ഗോഡ് ഈസ് എ പേഴ്സൺ. വ്യക്തി, ക്രിസ്തു ഒരു വ്യക്തിയാണ്. സോ വി ക്യാൻ ഹാവ് എ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. നമുക്ക് ദൈവവുമായിട്ടൊരു പേഴ്സണൽ റിലേഷൻ ഉണ്ടാകും. പേഴ്സണൽ റിലേഷൻ അറിയാമല്ലോ. വ്യക്തിപരമായ റിലേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തു ചെയ്യും? മനുഷ്യർ അതിനു വേണ്ടി ജീവിക്കും, ചിലപ്പോൾ മരിച്ചെന്നും വരും. അതുകൊണ്ട് തന്നെ ഈ എപ്പോഴും ദൈവമായിട്ടുള്ള എല്ലാ ഇടപാടുകളും പഞ്ചേന്ദ്രിയങ്ങൾക്ക് വിഷയഭവിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. ദൈവം ഒരു വ്യക്തിയായത് കൊണ്ടാണ് ഇന്ദ്രിയങ്ങൾക്ക് അനുഭവവേദ്യമായി വരുന്നത്. ഇന്ദ്രിയങ്ങൾ എത്ര എണ്ണം ഉണ്ട് നമുക്ക്? മൂക്കുണ്ട്, നാക്കുണ്ട്, ത്വക്കുണ്ട്, പിന്നെന്താണ്, ചെവിയുണ്ട്, കണ്ണുണ്ട്, അല്ലേ? ഇത്രയും 5 ഇന്ദ്രിയങ്ങളുണ്ട്. ഈ 5 ഇന്ദ്രിയങ്ങൾക്കും ബൈബിളിലെ ദൈവം ഗോചരീഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അനുഭവം. അപ്പം ഞങ്ങളെപ്പോലെയുള്ള ഈ ധർമ്മശാസ്ത്രം ചെയ്യുന്ന ആൾക്കാർ നോക്കണത് എല്ലാ ഇന്ദ്രിയങ്ങളിലേക്കും കൊണ്ടുവന്ന് ദൈവത്തിന് ടഞ്ചിബിളാക്കാൻ കഴിയുമോ? അതിന് ബൈബിളിൻ്റെ കാഴ്ചപ്പാടുകൾ എന്താണ്? സഭയുടെ പഠനങ്ങൾ എന്താണ്? ഇതൊക്കെയാണ് ഞങ്ങളെപ്പോഴും ധരിക്കണത്. ഇപ്പം തന്നെ സാന്ദ്ര ഇവിടുന്ന് പോയി. എന്താ സാന്ദ്രയ്ക്ക് സംഭവിച്ചത്? സാന്ദ്ര പെട്ടെന്ന് ഡൈവേഴ്സായി.
പെട്ടെന്ന് ഡൈവേഴ്സ്. എനിക്ക് ഒരു ലൈഫ് തന്നെ കണ്ടില്ലേ, ഒരു പൗർണമിയിലേക്ക് നിന്ന് വെച്ചാൽ പെട്ടെന്ന് ജീവിതം അമാവാസിയിലേക്ക് കയറുകയാണ്. പൗർണമി എന്ന് പറഞ്ഞാൽ പൂർണ്ണചന്ദ്രനല്ലേ, പൂർണ്ണചന്ദ്രൻ്റെ ആ ചന്ദ്രശോഭയെന്ന് പെട്ടെന്ന് അത് അമാവാസിയിലേക്ക് പോകും. അമാവാസിയിലേക്ക് പോകുമ്പോൾ എന്താ പറയണത്, ജീവിതം ഇരുണ്ട് പോകും. അവർ പിരിഞ്ഞു പോയി, കേസായിപ്പോയി. അവർ പിരിഞ്ഞും പോയി, കേസായിപ്പോയി. കേസായി കഴിഞ്ഞിട്ട് എന്താ പറ്റണത്, ഇങ്ങനെ കേസ്. അപ്പോൾ ലൈഫ് നോക്കിയാൽ നേരെ ഓപ്പോസിറ്റ്, നേരെ സൗത്ത് പോളിൽ നേരെ നോർത്ത് പോളിലേക്ക് വരിക, നേരെ ഓപ്പോസിറ്റ് അനുഭവങ്ങളാണ്. ഈ ഓപ്പോസിറ്റ് അനുഭവങ്ങളാകുമ്പോഴും ഈ സാന്ദ്രയുടെ ഹിസ്റ്ററി, ആ കേസ് ഹിസ്റ്ററി നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. എന്താണ്, സാന്ദ്രയ്ക്ക് ഒരു ഡിപ്പോസിറ്റ് ഉണ്ട് ജീവിതത്തിൽ. എന്ത് ഡിപ്പോസിറ്റാണ്? അമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നീ ഉറങ്ങുന്നതിന് മുമ്പ് നീ ബൈബിൾ വായിച്ചിട്ടേ ഉറങ്ങാവൂ. അപ്പം നമുക്ക് അത് അവളങ്ങനെ കീപ്പ് ചെയ്ത് പോകുന്നുണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പഴയ നമ്മൾ അവർക്ക് ഇപ്പം ഞാൻ ബൈബിൾ വായിച്ചു, എനിക്ക് തന്നെ അതിനാ ഞാൻ അമ്മ പറഞ്ഞുകൊണ്ട് ഞാൻ ബൈബിൾ വായിച്ചെന്ന് പറയും. പക്ഷേ ദൈവം നിനക്ക് വേണ്ടി ഒരു ആസ്തി സ്വരൂപിക്കുകയാണ്. എപ്പോഴും നമ്മൾ കൊഴുത്ത പശുക്കളെ സ്വപ്നം കാണുമ്പോൾ മെല്ലിച്ച പശുക്കളെ പ്രീസപ്പോസ് ചെയ്യേണ്ടി വരും. അതാണ് ബൈബിൾ നൽകുന്ന പാഠം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണമേ യേശു, പ്രാർത്ഥന വരമെന്നിൽ നൽകണമേ യേശു, പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണമേ യേശു, പ്രാർത്ഥന വരമെന്നിൽ നൽകണമേ യേശു, കഴുകണമേ യേശു, തിരുഹിതമെന്നിൽ നിറവേറ്റണമേ യേശു, കഴുകണമേ യേശു, തിരുഹിതമെന്നിൽ നിറവേറ്റണമേ യേശു, പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണമേ യേശു, പ്രാർത്ഥന വരമെന്നിൽ നൽകണമേ യേശു, പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണമേ യേശു, പ്രാർത്ഥന വരമെന്നിൽ നൽകണമേ യേശു. ഉൽപ്പത്തി 41:17. ഫറവോ ജോസഫിനോട് പറഞ്ഞു, സ്വപ്നം ഇതാണ്, ഞാൻ നൈലിൻ്റെ തീരത്ത് നിൽക്കുകയായിരുന്നു. കൊഴുത്ത് അഴകുള്ള 7 പശുക്കൾ നൈലിൽ നിന്ന് കയറി വന്ന് പുൽത്തകിടിയിൽ മേയാൻ തുടങ്ങി. അവയ്ക്ക് പുറകെ മെലിഞ്ഞ് വിരൂപമായ 7 പശുക്കളും കയറി വന്നു. അത്തരം പശുക്കളെ ഈജിപ്തിലെങ്ങും ഞാൻ കണ്ടിട്ടില്ല. ശോഷിച്ച് വിരൂപമായ ആ പശുക്കൾ ആദ്യത്തെ 7 കൊഴുത്ത പശുക്കളെ വിഴുങ്ങിക്കളഞ്ഞു. എന്നാൽ മെലിഞ്ഞ പശുക്കൾ അവയെ വിഴുങ്ങിയെന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം മുൻപെന്ന പോലെ തന്നെ ശോഷിച്ചാണ് അവ കാണപ്പെട്ടത്. വീണ്ടും സ്വപ്നത്തിൽ പുഷ്ടിയും അഴകുമുള്ള 7 കതിരുകൾ ഒരു തണ്ടിൽ വളർന്നു നിൽക്കുന്നതും ഞാൻ കണ്ടു. തുടർന്ന് ശുഷ്കിച്ചതും കിഴക്കൻ കാറ്റിൽ വാടിക്കരിഞ്ഞതുമായ 7 കതിരുകൾ പൊങ്ങി വന്നു. ശുഷ്കിച്ച കതിരുകൾ നല്ല കതിരുകളെ വിഴുങ്ങിക്കളഞ്ഞു. എപ്പോഴും ജീവിതത്തിൻ്റെ നല്ല കാലങ്ങൾ, ഇപ്പോൾ എനിക്ക് ചെറിയ മിസ്റ്റേക്ക് സംഭവിച്ചായിരുന്നു. സാന്ദ്രയല്ല, ജിഷ്മ എന്ന ആ കുട്ടിയുടെ പേര്. അവരുടെ ഒരു പുത്തൻകട, നെയ്യാറ്റിൻകര, അവരുടെ സ്റ്റോറിയാണ് ഈ പറയണത്. അപ്പോൾ ജിഷ്മയുടെ വിഷയം, ജിഷ്മയുടെ ആസ്തി എന്താണ്? ജിഷ്മ നേരത്തെ തന്നെ ബൈബിള് വായിക്കുമായിരുന്നു. അപ്പം നേരത്തെ നമ്മൾ നല്ല ഒരു നല്ല അഭിവൃദ്ധിയുടെ കാലത്ത് ആധ്യാത്മികതയിൽ വേരൂന്നിയാൽ
ഇതെല്ലാം ഇങ്ങനെ ഡിപ്പോസിറ്റായിട്ട് കിടക്കും. ഇപ്പം ജിഷ്മയ്ക്ക് അമ്മ പറഞ്ഞു കൊടുത്തിരിക്കണേ എന്താ, ഒരു കാരണവശാലും നീ ബൈബിൾ വായിക്കാതെ കിടന്നുറങ്ങരുത്. അപ്പം വിവാഹം കഴിഞ്ഞെങ്കിലും അവൾ പ്രാർത്ഥനാ ജീവിതം അല്പം മങ്ങിപ്പോയെങ്കിലും ബൈബിള് വായിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഉടമ്പടി എന്തെല്ലാം ഉണ്ട്? പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുണ്ട്. ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ പറയുമ്പോൾ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, എനിക്ക് അമ്മയുടെ പ്രത്യക്ഷീകരണോട് ബന്ധപ്പെടുത്തി അമ്മ തന്നിരിക്കുന്ന ഒഫീഷ്യൽ ടൈം രാവിലെ 5:30 മണിക്കാണ്. അപ്പോൾ എവിടുന്നെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ നിങ്ങളെ ഉപദേശിക്കും, 3 മണിക്ക് പ്രാർത്ഥിക്കാം, 10 മണിക്ക് പ്രാർത്ഥിക്കാം, അത് അവരുടെ കാര്യം. ഇവിടുന്ന് തന്നിരിക്കുന്ന വിഷയത്തിൻ്റെ മേൽ യാതൊരു കോംപ്രമൈസും ചെയ്യരുത്. അത് നിങ്ങൾ ദൈവത്തോട് ഉടമ്പടി ചെയ്തതാണ്. യു കനോട്ട് ചേഞ്ച് ഇറ്റ്. നിങ്ങൾക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. 5:30 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ പറയും ഞാൻ രാത്രിയാണ് പഠിക്കുന്നത്, അതൊക്കെ നിങ്ങളുടെ സ്വന്തം കാര്യം. ഉടമ്പടി എടുത്താൽ നിങ്ങൾ ആ ഉടമ്പടിയിലേക്ക് 5:30 ഡേറ്റിന് നിങ്ങൾ സമയത്ത് തന്നെ അത് കീപ്പ് ചെയ്യണം. കാര്യം നമ്മൾക്ക് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ഉടമ്പടി പുസ്തകങ്ങൾ ഉടമ്പടി ദൈവം തരുമ്പോൾ അതിന് ടൈം പറഞ്ഞിരിക്കുന്നത് 5:30 പുസ്തകം എഴുതുന്ന സമയത്താണ് ഇതെല്ലാം വെളിപ്പെടുത്തുന്നത്. എല്ലാം ചില മണ്ടികൾ അതൊക്കെ സമയം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കാര്യം ഉടമ്പടിയാണിത്, അല്ലാതെ നിങ്ങൾ എന്തെങ്കിലും ഒരു ധാരണയല്ല. ഇറ്റ്സ് എ കവനൻറ്റ് ബേസ്ഡ് ബൈലാറ്ററൽ എഗ്രിമെൻറ്റാണ്, ദൈവമായിട്ട് ചെയ്തിരിക്കുന്ന എഗ്രിമെൻറ്റാണ്. നിങ്ങൾ വേറെ ഏത് സമയത്ത് പ്രാർത്ഥിക്കണം, അത് നിങ്ങളുടെ പേഴ്സണൽ വിഷയങ്ങളാണ്. പക്ഷേ ഉടമ്പടി വിഷയം പേഴ്സണൽ വിഷയമല്ല, വ്യക്തിപരമായ വിഷയമല്ല. അത് ഇവിടുന്ന് എന്താണ് ദൈവം ഒഫീഷ്യലായിട്ട് തന്നിരിക്കുന്നത് അതേ ഫോളോ ചെയ്യാൻ പറ്റത്തുള്ളൂ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. അച്ഛൻ പറഞ്ഞ പോലെ ജിഷ്മയുടെ ലൈഫ് പെട്ടെന്ന് ഇങ്ങനെ അമാവാസിയായി മാറി. മൊത്തം ഇരുട്ട്, ഭർത്താവ് പിരിഞ്ഞു പോയി, തമ്മിൽ കാണാത്ത ദിവസങ്ങളായി, സംസാരിക്കാത്ത ദിവസങ്ങളായി, കേസുകളായി, അവൾക്ക് ജോലിയില്ല, ത്രാണി പോയി, അതിൻ്റെ ബേസ്മെൻറ്റ് ഒക്കെ പെട്ടെന്ന് പോകണ കണ്ടിരുന്നില്ല. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഈ പെട്ടെന്ന് നമ്മളെ ഭർത്താവ് പിരിഞ്ഞു പോകാം, ഭാര്യ പിരിഞ്ഞു പോകാം, സമ്പത്ത് നിങ്ങളെ പിരിഞ്ഞു പോകാം, നിങ്ങളുടെ പേര് നിങ്ങളെ പിരിഞ്ഞു പോകാം. അപ്പോഴെല്ലാം പിരിയാതെ നിൽക്കുന്ന ഒരാളുണ്ട്. അപ്പോഴും പിരിയാതെ നിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ ദൈവമായിട്ട് ഉടമ്പടിയാകണം. നമ്മുടെ ജീവിതം ഉടമ്പടിയിലേക്ക് കൊണ്ടുവരാൻ കാര്യം, നമ്മുടെ കയ്യിലുള്ള ഭാര്യയായാലും ഭർത്താവായാലും അപ്പനായാലും മക്കളായാലും എല്ലാം പിരിഞ്ഞ് പോകും. പിന്നെ പിരിയാതിരിക്കുമെന്ന് ഒരാൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അത് ഉടമ്പടിയുടെ ബേസിൽ മാത്രമാണ്. ഞാൻ നിന്നെ ഒരു കാലത്തും വിട്ട് പിരിയത്തില്ലെന്ന് ദൈവം പറഞ്ഞിരിക്കണത്. ഭർത്താവ് പിരിഞ്ഞാലും ഭാര്യ പിരിഞ്ഞാലും മക്കൾ പിരിഞ്ഞാലും ആരോഗ്യം പിരിഞ്ഞാലും സമ്പത്ത് പിരിഞ്ഞാലും ഞാൻ നിന്നെ ഒരു കാലത്തും വിട്ടുപിരിയത്തില്ലെന്ന് ദൈവം പറഞ്ഞിരിക്കണത് ഉടമ്പടി ബേസ്മെൻറ്റിലാണ്. അപ്പോൾ അഭിവൃദ്ധിയുടെ ഒരു കാലമാകുമ്പോഴും നമ്മൾ ദൈവത്തെ മറന്നില്ല എങ്കിൽ അത് ആസ്തി ഭദ്രതയ്ക്ക് കാരണമാകും. എങ്കിലും നിങ്ങൾ മെല്ലിച്ച പശുക്കളുടെ കാലം വരുമ്പോൾ, സങ്കടത്തിൻ്റെ കാലം വരുമ്പോൾ, ക്ലേശത്തിൻ്റെ കാലം വരുമ്പോൾ, ജിഷ്മയ്ക്ക് വന്ന പോലെ നല്ലൊരു കാലത്ത് നമ്മൾ മോശം കാലത്തേക്ക് പ്രവേശിച്ച് ഡൈവേഴ്സായി പോകുന്ന ഒരു ടൈം വരുമ്പോൾ, അപ്പോഴും ദൈവത്തിൻ്റെ ഭർത്താവ് ഡൈവേഴ്സായി പോയാലും ദൈവം ഡൈവേഴ്സായി പോകത്തില്ല. അതുകൊണ്ടാണ് ആമോസിൻ്റെ 18:12 എടുത്ത് ശ്രുതികട്ടെ ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 എല്ലാവരും ശ്രുതികട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമോസ് 8:12 അന്ന് അവർ കടൽ മുതൽ കടൽ വരെയും വടക്ക് മുതൽ കിഴക്ക് വരെയും അലഞ്ഞു നടക്കും. കർത്താവിൻ്റെ വചനം തേടി അവർ ഉഴലുമെങ്കിലും കണ്ടെത്തുകയില്ല. ഇങ്ങനെ ഒരു ആത്മീയ സിറ്റുവേഷൻ ഉണ്ട്. ഇത് നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ സൂക്ഷിച്ചില്ലെങ്കിൽ ഫേസ് ചെയ്യേണ്ടി വരും. എന്താണ് ആമോസ് 8:12 ഒന്നിന് വായിച്ചേ. അന്ന് അവർ അവർ കടൽ മുതൽ കടൽ വരെയും വടക്ക് മുതൽ കിഴക്ക് വരെയും അലഞ്ഞു നടക്കും. കർത്താവിന്റെ വചനം തേടി അവർ ഉഴലുമെങ്കിലും കണ്ടെത്തുകയില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരണത്?
നല്ല കാലത്തെ കർത്താവിനെ സ്മരിക്കാത്തത് കൊണ്ടാണ്. ഇപ്പം ജിഷ്മയുടെ വിഷയം എന്താണ്? ജിഷ്മ നല്ല കാലത്ത് പ്രാർത്ഥിക്കാതെയും ബൈബിൾ വായിക്കാതെയും കിടന്ന് ഉറങ്ങിയിട്ടില്ല. ആസ്തി കിടപ്പുണ്ടത്. അത് കാരണം ഇപ്പം ഡൈവേഴ്സായി, ക്ലേശക്കാലം വന്നിരിക്കുകയാണ്. പക്ഷെ ഭർത്താവ് ഡൈവേഴ്സായി പോയി, കർത്താവ് ഡൈവേഴ്സ് ആയിട്ടില്ല. കൈയടിച്ച് ശ്രുതികടല്ലേ. ഞങ്ങളുടെ ക്ലേശകാലത്ത് ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ സന്ധിക്കുന്ന അവിടുത്തെ സ്നേഹത്തിന് നന്ദി പറയുന്നു. എപ്പോഴും നമ്മൾ ദൈവത്തെ കൺഫ്രണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നീയും നിൻ്റെ ദൈവവും മാത്രമാകുന്ന ഒരു ഹവറിലേക്ക് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് പോകേണ്ടി വരും. ഞാനീ ദിവസങ്ങളിൽ ഒരു മരിപ്പിന് പോയായിരുന്നു. രോഗിയായി കിടന്ന സമയത്ത് അദ്ദേഹത്തെ കാണാൻ പോയി. പിന്നെ അദ്ദേഹം മരിച്ചു കഴിഞ്ഞ് ഞാൻ കാണാൻ പോയി. അപ്പോഴേ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ, രോഗിയായി കിടക്കുന്ന സമയത്ത് കുറേ ആൾക്കാരൊക്കെ വരും, ഉറ്റവരൊക്കെ വരും. മരിച്ചു കഴിയുമ്പോൾ അടക്കത്തിന് ഒരു സാമ്രാജ്യത്തിലുള്ള ആൾക്കാരുണ്ടാവും, അല്ലേ? എല്ലാവരും വരും. കുഴിയാഴ്ചക്ക് പള്ളി വരുമ്പോൾ ഈ മരിച്ചത്ര ആൾക്കാർ കുഴിയാഴ്ചക്ക് ഉണ്ടാകത്തില്ല, അല്ലേ? കുറച്ച് ആൾക്കാർക്ക്, നമ്മളെ ഏറ്റവും അടുത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. പിന്നെ 41 പറയുമ്പോൾ വലിയ അടിയന്തരമാണെങ്കിൽ കുറച്ച് ആൾക്കാരുണ്ടാവും. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് മരിപ്പ് വീട്ടിലോട്ട് 1-2 പേരായിട്ട് ഒറ്റയും പെട്ടയുമായിട്ട് ബന്ധുക്കളും ഏറ്റവും അടുത്തവരൊക്കെ വന്നു പോകും. അവസാനത്തൊരു സീനുണ്ട്. ഈ ഭർത്താവ് മരിച്ച ഭാര്യയുടെ അവസാനത്തൊരു സീനുണ്ട്. എല്ലാവരും വന്നും പോയും കണ്ടും കെട്ടും പോയിട്ട് പിന്നെ ശാന്തമായിട്ട് മക്കൾ മാത്രമാകും. അവരുടെ പെൺമക്കൾ ആ മക്കളെ മാത്രമാകും. എന്നിട്ട് അവസാനം ഈ മക്കളും ബാഗ് എടുത്തുകൊണ്ട് അവരുടെ ലീവും കഴിഞ്ഞ് മരണവും കഴിഞ്ഞ് വിദേശത്തേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പഠിക്കവരെ നമ്മൾ പോകും. പിന്നെ നമ്മൾ മാത്രമാകും. ഈ ഒരു സീൻ ഇതാണ് നമ്മുടെ ഒരു കാലത്തെ. ഇവിടെ നിൻ്റെ ദൈവം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഇത് നമ്മൾ ട്രെയിൻ ചെയ്യണം നമ്മളെ തന്നെ. ഇന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും രീതിയിൽ ഭാര്യയോ ഭർത്താവോ അഭിമുഖീകരിക്കേണ്ട ഒരു ടൈമാണ്. നീയും നിൻ്റെ ദൈവവും മാത്രം. ഈ കാലത്ത് ദൈവത്തിൽ നിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയണം. എന്നാൽ നീ രക്ഷപ്പെട്ടു. എന്നാൽ സ്വർഗത്തിൽ നിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഈ കാലത്ത് ഇപ്പം ജിഷ്മയുടെ വിഷയം എന്താണ്? അവളുടെ എല്ലാവരും പിരിഞ്ഞു പോയി, ജോലിയുമില്ല, അവൾ 0 ആയിരിക്കുകയാണ്. അപ്പോൾ എന്താ പറയണത്? ചിലർക്ക് സംബന്ധിച്ചിടത്തോളം ആ സമയം ആമോസിൻ്റെ 8:12 സമയമാണ്. എന്താണ്? കടൽ മുതൽ കടൽ വരെ, കടൽ മുതൽ കടൽ വരെയും വടക്ക് മുതൽ കടൽ മുതൽ കടൽ വരെയും, കടൽ മുതൽ കടൽ വരെയും വടക്ക് മുതൽ കിഴക്ക് വരെയും, വടക്ക് മുതൽ കിഴക്ക് വരെയും അലഞ്ഞു നടക്കും. കർത്താവിന്റെ വചനം തേടി അവർ ഉഴലുമെങ്കിലും കണ്ടെത്തുകയില്ല. ഇപ്പോൾ വടക്ക് മുതൽ കിഴക്ക് വരെ എന്ന് പറഞ്ഞത് ഇസ്രയേലിൻ്റെ ഒരു ജിയോഗ്രഫിക്കൽ അവർക്ക് പടിഞ്ഞാറ് ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഇവിടെ കുറച്ച് സ്ഥലമേ ഉള്ളൂ, ആൾപ്പാർപ്പും ഇല്ല. അതൊക്കെ കിഴക്കുണ്ട്, വടക്കും ആൾക്കാരുണ്ട്, കിഴക്കും ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ആൾക്കാരുടെ എല്ലാ കൂട്ടത്തിൽ ഇവൻ അലഞ്ഞു നടക്കുന്ന ഒരു കാലം ഉണ്ടാവും. ആൾക്കാരുടെ കൂട്ടത്തിൽ ഇവൻ അലഞ്ഞു നടക്കും. ഒരാൾക്കാരും പക്ഷേ ഇവിടെ ഉണ്ടാകത്തില്ല. അതാണ് പറഞ്ഞത്, ആരുമില്ല. ജനക്കൂട്ടത്തിലൊക്കെ എൻ്റെ ബന്ധുക്കളെ സ്വന്തപ്പെട്ടവരുടെയൊക്കെ സഹായത്തിലൊക്കെ ഞാൻ അലഞ്ഞു നടന്നു, പക്ഷേ എനിക്കാരുമില്ല. എന്ത് സംഭവിച്ചിരിക്കണത്? കടൽ മുതൽ കടൽ വരെയും വടക്ക് മുതൽ കിഴക്ക് വരെയും നീ ഉഴലും, എങ്കിലും കണ്ടെത്തുകയില്ല. അപ്പം ഒന്നും കാണാൻ ഇവിടെയാണ്. ഇതാണ് ഒരു സ്പിരിച്വൽ ട്രാജഡി എന്ന് പറഞ്ഞ കാര്യം. ഈ ഒരു വിഷയത്തിൽ കണ്ടെത്താത്തത് എന്തുകൊണ്ടാണ്? നമ്മളുടെ ഒരു മസിൽ പവർ കൊണ്ടോ ഒരു ബുദ്ധി കൊണ്ടോ ഒരു ബന്ധം കൊണ്ടോ കണ്ടെത്താവുന്നൊരു മേഖല അല്ല ഇത്. അതുകൊണ്ടാണ് ജെറമിയ പറയണത്, ദൈവം തന്നെ ഈ സമയത്ത് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടി വരും, നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല.
അപ്പം നമുക്ക് ശ്വാസം കിട്ടാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വെൻറ്റിലേറ്റർ വെക്കും അല്ലേ? നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റത്തില്ല. ശ്വാസം എടുക്കാൻ പറ്റാതെ വരുമ്പോൾ വെൻറ്റിലേറ്റർ വെച്ച് കൊടുക്കും ശ്വസിക്കാൻ വേണ്ടി. അതുപോലെ നമുക്ക് ദൈവത്തെ കണ്ടെത്താൻ പറ്റാതെ വരുമ്പോൾ ദൈവം എന്തു ചെയ്യും? ദൈവത്തിൻ്റെ ഓൺലൈനിൽ ആ ഗ്രീൻ ചാനലിലുള്ള ആളാണ്, നേരത്തെ ആസ്തിയുള്ള ആളാണെങ്കിൽ എന്തു ചെയ്യും? ജെറമിയ 29:14 വർക്കൗട്ട് ചെയ്യും. എന്താണ്? നിങ്ങൾ പറഞ്ഞേ, നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കും. അപ്പം ഇങ്ങനെയുള്ള 0 ഹവറിൽ ദൈവം തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കും. അങ്ങനെ ഇനിഷ്യേറ്റീവ് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നല്ല കാലത്ത് ദൈവത്തെ മറക്കാതെ ജീവിക്കണം. പിടിയിട്ടില്ലേ? മെസ്സേജ് ഇസ് ക്ലിയർ. നല്ല കാലത്ത്, ഒരുമാതിരിപ്പെട്ട വലിയ കുഴപ്പമില്ലാത്ത കാലത്ത് നിങ്ങൾ ഉഴപ്പ് കാണിക്കാതെ നടത്താം. മനസ്സിലായില്ലേ? കുഴപ്പമില്ലാത്ത കാലത്ത് കുടുംബപ്രാർത്ഥന ഇല്ലാതെ തിയേറ്ററിൽ സിനിമയിലൊക്കെ ഇപ്പോൾ ഒളിച്ചിരുന്ന് കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ പിടി വീഴുമെന്ന കാര്യം ഒരു ഉറപ്പാണ്. എന്താ? നിങ്ങൾ പോക്കൃത്തരം കാണിച്ചില്ല. നിങ്ങൾക്ക് നല്ല കാലത്ത് നിങ്ങൾ കുടുംബപ്രാർത്ഥന ഇല്ല, ഓരോരോ കാര്യം പറഞ്ഞ് അവർ വന്ന് ബന്ധുക്കൾ, ഇവർ വന്ന് ബന്ധുക്കൾ വന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ കുടുംബപ്രാർത്ഥനയിലൊക്കെ ഉഴപ്പിക്കഴിഞ്ഞാൽ നിങ്ങളപ്പം തന്നെ ടാർഗറ്റായി, ബ്രാൻഡഡായി. അങ്ങനെ ചെയ്താൽ നിങ്ങൾ അനുദപിക്കാൻ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല നിങ്ങൾക്ക്. അപ്പോൾ അത് നിങ്ങൾക്ക് നല്ല നട്ടെല്ലുണ്ടാകണം. എന്താ കാര്യം? എന്തെല്ലാം പ്രശ്നമുണ്ടാകും, ഏതെല്ലാം എംബ്രാം വന്നാലും ശരി, കർത്താവിൻ്റെ സമയം ഞാൻ നഷ്ടപ്പെടുത്തത്തില്ല. അവിടെ കോംപ്രമൈസ്, ഒത്തുതീർപ്പ് ചെയ്യത്തില്ല. പ്രാർത്ഥിച്ച്, കർത്താവേ എന്റെ ജീവിതത്തിലെ എന്ത് തിരക്ക് വന്നാലും എത്ര വലിയ ആൾക്കാരുമായി കണ്ടുമുട്ടേണ്ടി വന്നാലും എന്റെ പ്രാർത്ഥനാ സമയം ഡാമേജ് ആകാതിരിക്കാൻ എന്നെ അഭിഷേകം ചെയ്യണം. മഹത്വം മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രാർത്ഥിക്കാനെന്നെ പഠിപ്പിക്കണമേ യേശു, പ്രാർത്ഥന വരമെന്നിൽ നൽകണമേ യേശു. പ്രാർത്ഥിക്കാനെന്നെ പഠിപ്പിക്കണമേ യേശു, പ്രാർത്ഥന വരമെന്നിൽ നൽകണമേ യേശു. കഴുകണമേ യേശു, തിരുഹിതമെന്നിൽ നിറവേറ്റണമേ യേശു. എൻ്റെ മക്കളെ, ഈ ധ്യാനം വളരെ ശ്രദ്ധയോടെ നിങ്ങൾ പങ്കെടുക്കേണ്ടതാണ്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇനി നമ്മളുടെ ഒരു ടൈമിൽ ഈ പറഞ്ഞ ക്ലേശകാലത്ത് നമുക്ക് ദൈവത്തെ അന്വേഷിച്ച് പോകുന്നതിന് പരിമിതികളുണ്ട്. കാര്യം എന്താ? നമുക്ക് കുഞ്ഞിന് ആശുപത്രിയിലാണ്, കുഞ്ഞിന് രോഗമാണ്, അത് വെന്റിലേറ്ററിലാണ്, ഡോക്ടർ ഡേറ്റ് പറഞ്ഞിരിക്കുന്നു. നമുക്ക് അതിന് ഡോക്ടർ ആശുപത്രിക്കാർ പറഞ്ഞ പൈസ കൊടുക്കാതെ നമുക്ക് പൈസ ഇല്ല, പൈസയ്ക്ക് വേണ്ടി നമ്മൾ തിണ്ടി നടക്കുന്നു, കിട്ടുമോ ഇല്ലെന്ന് അറിയത്തില്ല. ഇങ്ങനെ എല്ലാം കൊണ്ടും നമ്മൾ മുട്ടുകയും വിളിക്കുകയും തിരക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നോ 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 എന്ന് പറഞ്ഞ് വാതിൽ നമ്മുടെ മുഖത്തിന് നേരെ കൊട്ടി അടക്കുന്ന സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ഇങ്ങനൊരു ഹവർ ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ. ആ സമയത്ത് നമ്മൾ തിരക്ക് നടന്ന ദൈവത്തെ തിരക്ക് നടക്കാൻ പറ്റാത്തൊരു സമയമാണത്. ആ സമയത്തുള്ള പ്രൊവിഷൻ എന്താണ്? ദൈവം നമ്മളെ തിരക്ക് വരണം. മനസ്സിലായില്ലേ? ദൈവം നമ്മളെ തിരക്ക് വരണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് നീ പ്രിയപ്പെട്ട വ്യക്തിയാകണം. അല്ലെ ദൈവത്തിന് എന്ത് കാര്യം ഈ മരപ്പെട്ട ഇറക്കാൻ? പല കാര്യമുണ്ടോ? അത് നിങ്ങൾ ചിന്തിക്കണം. നമുക്ക് ദൈവത്തെ തിരക്കി പോകാൻ പറ്റാത്ത, ദൈവത്തെ കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വരണ സമയത്ത് പിന്നെ ഒരു ഓപ്ഷൻ സാധ്യതയുള്ള എന്താണ്? ദൈവം നമ്മളെ കണ്ടുപിടിക്കണം. ദൈവം നമ്മളെ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതാണ് ജെറമ്യ 29:14 പറയണത്. എന്താ പറയണത്? നിങ്ങൾ എന്നെ കണ്ടെത്താൻ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പൊ ദൈവം തന്നെ ഇടയാക്കിയാലേ നമുക്ക് ദൈവത്തെ കണ്ടെത്താൻ പറ്റത്തുള്ളൂ. അതാണ് ഒരു സിറ്റുവേഷൻസ്. പക്ഷേ ദൈവം നിങ്ങളെ കണ്ടെത്താൻ ദൈവം തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരായിരിക്കണം? നിങ്ങളെ ദൈവത്തിന് നഷ്ടപ്പെടാൻ പാടില്ലാത്ത വ്യക്തിയായി മാറണം. പ്രഷ്യസ് ആയിരിക്കണം. നിങ്ങൾ പ്രഷ്യസ് ആയിട്ടുള്ള നിങ്ങളെ പട്ടിക്കാട്ടത്തിൻ്റെ വില നിങ്ങൾക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ ദൈവത്തിന് എന്തിനാണ് ഈ പട്ടിക്കാട്ടത്തിന് പുറകെ നടക്കാൻ പല കാര്യമുണ്ട്. അത് വളരെ സീരിയസ് ആണ്. നിങ്ങളൊരു തങ്കക്കട്ടയായി മാറണം, അല്ല പട്ടിക്കാട്ടമായിട്ടൊരു കാര്യമില്ല.
അങ്ങനെ വരുമ്പോൾ ദൈവത്തെ നിങ്ങൾ തിരക്കി നടക്കേണ്ട കാര്യമില്ല. പട്ടിക്കാടത്തിന് പുറകെ വല്ലതും തിരക്കി നടക്കുക. വെയിലിരിക്കുന്ന പാമ്പിനെ ആരാ എടുത്ത് തുളവെക്കാൻ പോണത്? നടക്കത്തില്ല. അപ്പം നിങ്ങൾ പ്രഷ്യസായ മാത്രമേ നിങ്ങളുടെ ക്ലേശകാലത്ത് ദൈവം നിങ്ങളെ അന്വേഷിച്ച് വരാൻ പറ്റത്തുള്ളൂ. എന്താ കാര്യം? നിങ്ങൾക്ക് ദൈവത്തെ നിങ്ങൾ നഷ്ടപ്പെടാൻ പാടില്ല. അതിനെന്ത് ചെയ്യണം? നിങ്ങളുടെ നല്ല കാലത്ത് നിങ്ങൾ ദൈവത്തിന് വേണ്ടി മറക്കാതെ ബന്ധുക്കളെ സ്വന്തപ്പെട്ടവരെക്കാൾ ഉപരി ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കണം. കൈയടിച്ച് സ്തുതിക്കട്ടെ. നിന്നെ സ്നേഹിക്കുവാൻ, നിന്നെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ, നിന്റെ സ്വന്തമാക്കി മാറ്റണമേ. റിലേഷൻ ആൻഡ് സ്പിരിച്വാലിറ്റിയിലേക്ക് വരുമ്പോൾ ഒരു വ്യക്തിയാണ് ദൈവം എന്നുള്ള വിഷയത്തിന് മിഴിവ് കൂടുതൽ കിട്ടുന്നുണ്ട്. എല്ലാ വ്യക്തികളും ഇങ്ങനെ പിരിഞ്ഞ് പോകും. ഇപ്പം ജിഷ ശരിക്കും പറഞ്ഞാൽ ഡൈവേഴ്സ് അല്ല, സെപ്പറേറ്റഡ് ആണ്. തമ്മിൽ കണ്ടിട്ട് വർഷമായി തമ്മിൽ സംസാരിച്ചൊരു വർഷമായി കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ജോലിയുമില്ല, ജീവിതം തീർന്ന് വല്ലാത്തൊരവസ്ഥയാണ്. ഈ സമയത്ത് എന്താണ് ഇവൾക്ക് ജെറമിയ 29:14 വർക്കൗട്ട് ചെയ്യും. എന്താണ്? ദൈവം ഇവളെ തിരക്കി വരും. കാര്യം ഇവളെ നഷ്ടപ്പെടാൻ പാടില്ല. കാര്യം എന്താണ്? നല്ല കാലത്ത് ഇവൾ ദൈവത്തിന് വേണ്ടി ജീവിച്ചവളാണ്. അതുകൊണ്ട് എന്നാ ചെയ്യും? ഇപ്പം ഭർത്താവ് സെപ്പറേറ്റഡായി, അതുപോലെ തന്നെ അവൾക്ക് ജോലിയുമില്ല, അവർ തമ്മിൽ സംസാരവുമില്ല, കണ്ടിട്ട് മാസങ്ങളായി. ഇങ്ങനെ ഒരു വിഷമസന്ധിയിൽ ഇവൾ കർത്താവേ എനിക്കെന്ത് സംഭവിച്ചെന്ന് ചോദിക്കും. കർത്താവേ എനിക്കെന്ത് സംഭവിച്ചു? ഞാൻ ഇനി എൻ്റെ ജീവിതത്തിൽ എന്താണ്? കേസ് ഇങ്ങനെ വന്നിട്ട് ഇത് ഡൈവേഴ്സായി പോവുമോ? ജോലി ഇല്ലാതാണ്ടായി നിൽക്കുമോ? എൻ്റെ ജീവിതം തീർന്ന് പോവുകയാണല്ലോ, എനിക്കെന്ത് സംഭവിച്ചു എന്ന് ചോദിക്കും. എന്നിട്ട് ഇവളെന്ത് ചെയ്യും? ഇവളെന്താ ചെയ്തുകൊണ്ടിരുന്നത്? അമ്മ പറഞ്ഞിട്ട് ബൈബിൾ അവൾ മുടങ്ങാതെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു വിഷമസന്ധി വന്നപ്പോൾ പെട്ടെന്ന് ഇവൾ ബൈബിൾ എടുത്തിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി ബൈബിൾ ഓപ്പൺ ചെയ്യും. കർത്താവെ എന്ത് ചെയ്യണം ഞാനെന്ന് ചോദിക്കും. അപ്പോൾ എന്ത് ചെയ്യണം ഞാനെന്ന് ചോദിക്കുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ എന്താണ്? അതിന് മറുപടി പറയും ദൈവം. ചിലരോട് മറുപടി പറയത്തില്ല, ചിലരോടും ദൈവം മിണ്ടത്തില്ലല്ലോ. ബൈബിൾ തുറന്നാലും ഒന്നും മനസ്സിലാകത്തില്ല. അത് ആമോസ് 8:12 എന്താണ്? കടലെല്ലാം ഞാൻ അന്വേഷിച്ചു, വടക്കും കിഴക്കും അന്വേഷിച്ചു, ഒന്നും ഞാൻ കണ്ടില്ലെന്ന് പറയണത് വെച്ചാൽ എന്നോട് ഒരു വചനവും എനിക്ക് കിട്ടിയില്ലെന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ ആസ്തിഭദ്രത ഇല്ല. പക്ഷേ ഇവളങ്ങനെയല്ല, ഇവൾക്ക് ആസ്തിഭദ്രതയുണ്ട്. ഈ ഉടമ്പടി ഞങ്ങൾ എപ്പോഴും നിങ്ങളോട് പറയും, നിങ്ങൾ ആസ്തി ഉണ്ടാക്കാനുള്ള സമയമാണ്. രോഗികളെ കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉള്ള സാക്ഷ്യങ്ങൾ എന്താണ്? എനിക്ക് വേണമെങ്കിൽ ഹോട്ടലിൽ നിന്ന് ചോറ് വാങ്ങിച്ച് കൊടുക്കാമായിരുന്നു, ഞാൻ കൊടുത്തില്ല. ഞാൻ അവിടുത്തെ പോയി അരിയും കറിയും സാധനങ്ങൾ വാങ്ങിച്ച് അവിടെ അടുക്കളയിൽ പോയി ആ ഓൾഡ് മാൻ ആൾക്കാർ താമസിക്കുന്ന അടുക്കളയിൽ പോയി അവിടെ കൂടെ ഇരുന്നുകൊണ്ട് അരി വെച്ച് ഊണാക്കി കറിയാക്കി ഞാൻ അവർക്ക് വിളമ്പി കൊടുത്തു. എന്താ കാര്യം? കർത്താവിനെ പ്രതിയാണ്. എനിക്ക് വേണമെങ്കിൽ ഹോട്ടലിൽ നിന്ന് മുടക്കി കാശ്, അപ്പം ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ച് ചോറ് കൊടുക്കുമായിരുന്നു, നിസ്സാര കാര്യമായിരുന്നു. അപ്പം ഞാൻ ചെയ്യാതെ കർത്താവിന് വേണ്ടി ഞാനത് ചെയ്തു. അപ്പോൾ എന്താ? ആസ്തി കൂടുകയാണ്. ദൈവത്തിൻ്റെ നാമത്തിനാണ്. ഈ ദൈവത്തിൻ്റെ നാമം എന്ന് പറയുമ്പോൾ ദൈവം നമുക്ക് അനുഭവവേദ്യമാകണതും നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റണത് നാമത്തിൻ്റെ ബേസിലാണ്. അതായത് നമ്മുടെ മുമ്പിലുള്ളത് ടാഞ്ചിബിളായിട്ടുള്ളത് നാമമാണ്. ഈ നാമത്തെ ഇപ്പം നമ്മളൊരു സൽപ്രവൃത്തി ചെയ്യുമ്പോൾ
നമ്മൾ ആരുടെ നാമത്തിലാണ് ചെയ്യണത്? ഈശോയുടെ നാമത്തിൽ. അപ്പോൾ ദൈവത്തിൻ്റെ കൃപയെല്ലാം, ക്രിസ്തു നേടിയ കൃപയെല്ലാം ഈ ക്രിസ്തു, ഇപ്പം നമ്മൾ കണ്ട ഒരു ഐക്കൺ, മൊബൈലിൽ ഒരു ഐക്കൺ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഐക്കണിലുള്ള മുഴുവൻ സംഭവങ്ങളും നമുക്ക് കിട്ടും. അതുപോലെ ക്രിസ്തു ഒരു ഐക്കണായിരിക്കുന്നത് നാമത്തിലാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, എൻ്റെ നാമത്തിൽ നിങ്ങളൊരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്താൽ ഞാനതിന് പ്രതിഫലം നൽകും. ഈ ക്രിസ്തു ഈ പാപത്തിന് പരിഹാരം ചെയ്ത് പിതാവിൻ്റെ തിരുമനസ്സ് നിറവേറ്റി കഴിഞ്ഞപ്പോൾ പിതാവ് ക്രിസ്തുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തി. അതുകൊണ്ടാണ് ഈശോ പറയുന്നത് 17:4 യോഹന്നാനിലെ, പിതാവേ, ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി, അങ്ങേ പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമേ. അതിൻ്റെ കൂടെ തന്നെ കിടക്കുന്നുണ്ട് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്ന്. അത് ഇടിമിന്നൽ പോലെ കർത്താവ് പീഡാനുഭവങ്ങളുടെ ഒരു മുന്നാസ്വാദനം പോലെ അനുഭവം കാണുമ്പോൾ ഈശോ പറയും, പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ദൗത്യം ചെയ്യാൻ യേശുക്രിസ്തുവിനെ ശക്തീകരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നത്, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ മഹത്വം സംഭവിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പിതാവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നത് പിതാവും യേശുക്രിസ്തുവും പരിശുദ്ധാത്മാവും ഒന്നായത് കൊണ്ടാണ്. ഒരേ സമയം തന്നെ 3 വ്യക്തികളായിരിക്കുകയും സത്തയിൽ ഒന്നായിരിക്കുകയും ചെയ്യുമ്പോൾ അതെല്ലാം വർക്കിംഗ് കണ്ടീഷൻ ആകുന്നത് നാമത്തിൻ്റെ ബേസ്മെൻറ്റിലാണ്. ശ്രുതികണ്ട ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സൽപ്രവൃത്തികളിലൂടെ എല്ലാം അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തി മുന്നേറുവാൻ ഈ ആരാധനയിലൂടെ കൃപയാകണമേ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിനേ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിനേ. കളികൾ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരം ഞങ്ങൾ. കളികൾ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരം ഞങ്ങൾ. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണ് മഹത്വം. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണ് മഹത്വം. മഹത്വം മഹത്വം യേശുവിനേ, മഹത്വം മഹത്വം യേശുവിനേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ജിഷ്മയുടെ മനസ്സിൽ പരിശുദ്ധാത്മാവ് തോന്നിക്കും, എന്താണ്, നീ ഇപ്പോൾ ഭർത്താവ് സെപ്പറേറ്റ് ആയിരിക്കുന്നു, നിനക്ക് ജോലിയില്ല, നീ ഒറ്റപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവം തന്നെ ഈ ജെറമിയ നമ്മൾ കണ്ടതുപോലെ 29:14 അനുസരിച്ചുകൊണ്ട് എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കും. അങ്ങനെ ദൈവം തന്നെ ഇവളോട് പറയും, ഞാൻ സംസാരിക്കാം, നീ ബൈബിൾ ഓപ്പൺ ചെയ്യാൻ പറയും. ഉടനെ പരിശുദ്ധാത്മാവിൻ്റെ നിവേശനത്താൽ ഇവൾ ബൈബിൾ ഓപ്പൺ ചെയ്യും. ബൈബിൾ ഓപ്പൺ ചെയ്യുകയും ഉടനെ ദൈവം ഇവളോട് സംസാരിക്കും. എന്താ സംസാരിക്കണത്? ധൈര്യമായിരിക്കുക, ഭയപ്പെടരുത്, മുന്നോട്ട് പോവുക, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇതൊരു ഉടമ്പടി വചനമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താണത്? യോശുവ 1:9 എടുത്തേ. ശക്തനും ധീരനുമായിരിക്കണമെന്നും, അതന്നെ പറഞ്ഞേ, ശക്തനും ധീരനുമായിരിക്കുക. ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്ന് നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? എന്ത് മധുരമാ, കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മധുരം തോന്നും. എന്താണ്? ശക്തനും ധീരയുമായിരിക്കുക. എന്താണ് ചെയ്യേണ്ടത്? ഒന്ന് വായിച്ചേ. ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ നേരത്തെ പറഞ്ഞിട്ടുള്ളത് ഓർക്കണം. എന്താണ്? എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോഴേ ബൈബിൾ തുറന്ന് തന്നെ അത് മെസ്സേജ് കിട്ടണമെന്ന് നിങ്ങൾ വാശി പിടിക്കരുത്. ഇപ്പം എന്താ പറഞ്ഞിരിക്കണത്? നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലയോ? എത്രയോ പ്രാവശ്യം പറഞ്ഞിരിക്കണം. എന്താ പറഞ്ഞിരിക്കണത്?
ശക്തയും ധീരയുമായിരിക്കുക, ശക്തനും ധീരനുമായിരിക്കുക. പിന്നെ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട. ഭർത്താവ് സെപ്പറേറ്റായെന്ന് വിചാരിച്ചുകൊണ്ട് ഭയപ്പെടേണ്ട, പരിഭ്രമിക്കണ്ട. ജോലിയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഭയപ്പെടേണ്ട, പരിഭ്രമിക്കണ്ട. എന്താണ്? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. അവിടെ ഡൈവേഴ്സും ഇല്ല, സെപ്പറേഷനും ഇല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ദൈവത്തെ ഇങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്. എന്താണ്? ആരെല്ലാം എൻ്റെ കൂടെ ഉള്ളവരെല്ലാം, മക്കളായാലും ശരി, ഭർത്താവായാലും ഭാര്യ ആയാലും നാളെ സെപ്പറേറ്റായി പോകും. പക്ഷെ നിൻ്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം, അത് ഐസിയുലായാലും വെന്റിലേറ്ററായാലും സ്വർഗത്തിലായാലും, ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ത്യം വരെ ഞങ്ങളുടെ കൂടെ സാന്നിധ്യത്തിന്, സാന്ത്വനത്തിന് നന്ദി പറയുന്നു. ഒരുമിച്ച് പാടുക, കൈയടിച്ചുകൊണ്ട് സന്തോഷിക്കട്ടെ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. പരീക്ഷ എന്നെ അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്നെ അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നോ ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്നോ ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതായത് ഈ പണ്ട് ജിഷയാണ് വന്ന് ചോദിക്കണ ഭർത്താവുമായിട്ട്, എന്തിനാണ് ഈ ആൾക്കൂട്ടം എല്ലാം ഇവിടെ വന്നിരിക്കണത്, വല്ലതും അറിഞ്ഞിട്ടാണെന്ന് ഇല്ലേ? ഇങ്ങനെ എവിടെയെങ്കിലും അനുഗ്രഹം ഉണ്ടെങ്കിൽ കുറേ എണ്ണം ഓടിക്കൂടുമെന്നുള്ളതാണ് ഇവിടെ മനസ്സിരിപ്പ്. അതാണ് സംഭവം. ആ കമൻറ്റ് ചെയ്ത ആൾ ഇപ്പോഴെന്താ പറ്റിയത്? ഈ ആൾക്കൂട്ടത്തിലേക്ക് തിരിച്ചു വരേണ്ടി വരണേ. അവർ വന്ന് ഉടമ്പടി എടുക്കുക ഉടനെ. എന്താ, നീ പോകുന്നിടത്തെല്ലാം നിൻ്റെ കൂടെ ഞാനുണ്ടാവുമെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ദൈവം ഓൺലൈനിലുണ്ടല്ലോ. ഇനി എന്താ ചെയ്യുന്നത്? അടുത്ത നടപടി എന്താണ്? ഉടമ്പടി എടുക്കുക. ആ ഉടമ്പടി എടുക്കുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ എന്തിനാണ് ഇവിടെ ജനങ്ങൾ ഓടിക്കൂടണമെന്ന്. അപ്പോൾ ജിഷ വന്ന് ഉടമ്പടി എടുക്കും. ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചത്? മറ്റ് പ്രാർത്ഥന അനുഭവങ്ങൾക്കില്ലാത്ത വ്യത്യസ്തമായൊരു അനുഭവം ഉടമ്പടിക്കുള്ളത് എന്താണെന്നറിയാമോ? അത് ഇപ്പോൾ നമുക്കറിയാമല്ലോ. ഇപ്പോൾ ദൈവത്തെ അനുഭവിക്കുന്നത് ബൈബിളിൽ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് അനുഭവിക്കണം. പലരും പല അനുഭവങ്ങളുണ്ട്. മനധ്യാനത്തിലുണ്ട്, ആന്തരികമായ അനുഭവങ്ങളുണ്ട്, അതേപോലെ പിന്നെ ആന്തരിക ധ്യാനാനുഭവങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ ചുമ്മാ പണ്ഡിതന്മാർക്ക് വല്ല വിരലിലെണ്ണാവുന്ന ആൾക്കാർക്ക് ഉള്ളതാണ്. ഈ വിരലിലെണ്ണാവുന്ന പണ്ഡിതന്മാർ ആരെങ്കിലും അതിൽ എത്ര പേര് കർത്താവിന് വേണ്ടി മിഷൻ പ്രവർത്തനം ചെയ്തിട്ടുണ്ട്, എത്ര പേര് കർത്താവിന് വേണ്ടി മരിച്ചിട്ടുണ്ട്, എത്ര പേര് സുവിശേഷം സാക്ഷ്യം വഹിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിങ്ങലായി പോകും. പക്ഷേ സാധാരണ മനുഷ്യൻ്റെ അനുഭവം എന്താണ്? അവൻ ടാഞ്ചിബിളായിട്ടാണ്. അപ്പോസ്തലന്മാരുടെ അനുഭവമാണ് അവർക്കുള്ളത്. എന്താണ്? ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. 1 യോഹന്നാൻ 1:1. 1 യോഹന്നാൻ 1:1. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ ഞങ്ങൾ അറിയിക്കുന്നു. അപ്പോസ്തലന്മാരുടെ അനുഭവം തന്നെ എന്താണ്? കണ്ണുകൊണ്ട് കണ്ടത്. പറഞ്ഞേ. കണ്ണുകൊണ്ട് കണ്ടത്, ചെവികൊണ്ട് കേട്ടത്, കൈകൊണ്ട് സ്പർശിച്ചത്. ഇപ്പോഴും 2 അവയവം പുറത്തായി പോയി. എന്തൊക്കെയാണ്? മൂക്കും നാക്കും. പക്ഷെ ഉടമ്പടി എടുക്കുമ്പോൾ ജിഷക്ക് എന്താ സംഭവിക്കണമെന്ന് അറിയാവോ? ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നപ്പോൾ എന്ത് പറ്റി? പ്രാർത്ഥിക്കാൻ വേണ്ടി മുട്ടുകുത്തിയപ്പോൾ തന്നെ അമ്മയും ജിഷയും പരസ്പരം നോക്കാൻ തുടങ്ങി.
അപ്പം അമ്മ ചോദിച്ച്, എടി മുല്ലപ്പൂവിൻ്റെ മണം വരുന്നുണ്ടോ? ആ ഉണ്ടമ്മേ. അപ്പം രണ്ടുപേരും അഭിഷേകത്തിലായി. അമ്മ അവിടെ വന്ന്. അപ്പം അനിയത്തി പുറകിരുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അവൾക്ക് സങ്കടമായി. നിങ്ങളുടെ രണ്ടിടത്തും അമ്മ വന്നല്ല, എൻ്റെ അടുത്ത് മാത്രം വന്നില്ല എന്ന് പറയുകയും ഇടിച്ചു കുത്തി മൂക്കിലേക്ക് ഈ സുഗന്ധാഭിഷേകം കയറിപ്പോകും. ഒക്കെ 3 പേർക്കും ആ സാക്ഷ്യം നിങ്ങൾ കേൾക്കണം. ശരിക്കും പറഞ്ഞാൽ അതായത് നമ്മൾ മുല്ലപ്പൂ എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് അറിയാവുന്ന മുല്ലപ്പൂ ആണെന്ന് ഒരു നിർബന്ധമില്ല. നമുക്ക് പരിചയമുള്ള സ്മെല്ല് ഈ ബ്രെയിനിലെല്ലാം സേവ് ആണല്ലോ. കാര്യം അതെന്താ വെച്ചാൽ ഇതൊരു സ്മെല്ലിംഗ് എന്ന് പറയുന്ന സംഭവം. മൂക്ക് ഒരു ഈ ഘ്രാണയന്ത്രം എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ദൈവാനുഭവത്തിൻ്റെ ഒരു 4ാം ഇന്ദ്രിയമായിട്ട് വർക്കൗട്ട് ചെയ്യുകയാണ്. അത് ഒരാൾക്ക് മാത്രമല്ല. ഇനിയിപ്പം നാക്കുണ്ട്. നാക്കെന്ന് പറയുമ്പോൾ ഈ നാക്ക് പ്രശ്നം എന്ന് വെച്ചാൽ നാക്ക് നമുക്കറിയാം, നമ്മുടെ ഈ നാക്കല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. കർത്താവ് എത്ര നല്ലവനെന്ന് ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ് ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. സങ്കീർത്തനം 34:8 കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. പറഞ്ഞേ, കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. അപ്പം നമ്മൾ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ആലോചിക്കുമ്പോഴും ഒക്കെ നമുക്കല്ലാത്ത ഒരു മധുരം നമുക്ക് ആന്തരികമായ ഈ ആന്തരിക രസനയിൽ അനുഭവപ്പെടും. അത് ഒരു അത്തരം അനുഭവങ്ങളിലേക്ക് നമ്മൾ എത്തപ്പെടാൻ വേണ്ടിയാണ് ദൈവം ഈ ക്രമീകരണങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലെ സമ്മർദ്ദങ്ങളൊക്കെ ചെയ്യണത്. ദൈവത്തെ അനുഭവിക്കാനുള്ള ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ആ സാന്ദ്ര പറഞ്ഞെന്തറിയാമോ, എനിക്കിപ്പോൾ ജവമാനത്തിലുള്ളത് ജിലേബി കഴിക്കണ പോലെയാണെന്ന്. ജവമാനം അധികം ചെല്ലാത്ത ആളായിരുന്നു, പക്ഷെ അഭിഷേകം കിട്ടിയ ആളിനെ അഭിഷേകം കിട്ടിയിട്ട് ജപമാല ചെല്ലുമ്പോൾ ആന്തരിക മധുരം വരികയാണ്. എനിക്കിപ്പോൾ ജപമാല ചെല്ലണത് ജിലേബി കഴിക്കണ പോലെയാണെന്ന്. അത് ഇവൾ പറയണത് ബൈബിൾ വായിക്കുമ്പോൾ എനിക്ക് ആന്തരിക അഭിഷേകം കിട്ടുമെന്നാണ്. ഇത് ആന്തരിക രസനയിലുള്ള ആത്മാവിൻ്റെ നാവിലുള്ള ഒരു മധുരമാണ്, ഒരു അനുഭവമാണ് ശരിക്കും. അത് ബൈബിള് പിന്നെ അത് പറയുന്നുണ്ട് മധുരത്തെക്കുറിച്ച്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. അതായത് സങ്കീർത്തനം 19:10 എടുത്ത്. സങ്കീർത്തനം 19:10. അവ പൊന്നിനെയും തങ്കത്തെയും കാൾ അഭികാമ്യമാണ്, അവ തേനിനെയും തേൻ കട്ടയും കാൾ മധുരമാണ്. സങ്കീർത്തനം ദൈവവചനത്തെ അനുഭവിക്കണത് എങ്ങനെയാണ്? അത് തേനിനേക്കാൾ, സങ്കീർത്തനം 19:10 എന്താ പറയണത്? അത് തേനിനേക്കാളും പറഞ്ഞേ, അവ തേനിനേക്കാളും തേൻ കട്ടയേക്കാളും മധുരമുള്ളതാണ്. അപ്പം നിങ്ങളുടെ അരമണിക്കൂർ വചനം വായിക്കാൻ അച്ഛൻ പറഞ്ഞില്ലേ? അരമണിക്കൂർ വചനം വായിക്കാൻ പറഞ്ഞതിൻ്റെ കാരണം നിങ്ങൾ 10 കൊല്ലം വായിച്ചിട്ടും വചനം നിങ്ങൾക്ക് തേൻ കട്ടയെ പോലെ മധുരമില്ലെങ്കിൽ നിങ്ങൾ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളൊരു വർത്തമാന പത്രം വായിക്കണം, ഒരു ബൈബിൾ വായിച്ചിട്ടാണ് നിങ്ങൾക്ക് ആന്തരിക രസനയിൽ ദൈവവചനം മധുരമാകാതിരിക്കണത്. വചനം വായിക്കുന്തോറും നമുക്ക് ഭയങ്കരമായ മധുരിമ, ആന്തരിക മധുരിമ അനുഭവപ്പെടും, സന്തോഷവും. അതുപോലെ തന്നെ വചനത്തിലൂടെ ദൈവം നയിക്കണതും ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്നതാണ് ഈ മധുരം എന്ന് പറയണത്. അല്ലാതെ പഞ്ചാര എന്ന് പറഞ്ഞിട്ട് നമുക്ക് വായിലിടുമ്പോൾ ഉണ്ടാകുന്ന മധുരമല്ല, ദൈവസ്നേഹമല്ലാതെ അനുഭവിക്കും നമ്മൾ. അപ്പം ദൈവസ്നേഹമായതുകൊണ്ട് അത് വചനത്തിലൂടെ, വചന വായനയിലൂടെ, വചന നിവർത്തീകരണത്തിലൂടെയൊക്കെ, വചനധ്യാനത്തിലൂടെ അനുഭവിക്കാൻ എളുപ്പമാണ്. അതിന് ഒരു ഭാരം, ഇപ്പം നമുക്ക് ഒരു മിനിമം ഭാരം ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഒരു വിമാനം 700 യാത്രക്കാരെയും കൊണ്ട് റൺവേയിലൂടെ ഇങ്ങനെ ഓടിപ്പോകുമ്പോൾ നല്ല അതിൻ്റെ സ്പീഡ് 200 കിലോമീറ്ററാക്കി, പിന്നെ 300 കിലോമീറ്ററാക്കി, പിന്നെ 400 കിലോമീറ്ററാക്കി, 450 കിലോമീറ്റർ സ്പീഡാകുമ്പോൾ അവരുടനെ എൻ്റെ ചിറക് ഇങ്ങനെ അങ്ങോട്ട് നമുക്ക് വിമാനത്തിരിക്കുമ്പോൾ അറിയാൻ പറ്റും. അവർ ചിറക് 450 കിലോമീറ്റർ വിമാനം റൺവേയിൽ സ്പീഡായി കഴിഞ്ഞാൽ ചിറക് അവരെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ കാറ്റിനെ ഈ ചിറകിൽ പിടിക്കും. അപ്പോൾ ഈ സാധനം പൊന്തിപ്പോവും. ആ കാറ്റിൽ ചിറകിനെ അവർ പിടിക്കാൻ വേണ്ടി അഡ്ജസ്റ്റ്മെൻറ്റ് അവിടെ ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മൾ വിരിച്ചിട്ട് നോക്കുമ്പോൾ ഈ ചിറകിങ്ങനെ ഇളകി ഇങ്ങനെ കാറ്റിനെ പിടിക്കണ കാണാൻ പറ്റും. അപ്പോഴീ വിമാനം നേരെ പൊന്തി വരും. അപ്പോൾ 750 യാത്രക്കാരുടെ വിമാനത്തിൻ്റെ ടൺ എത്രയാണെങ്കിലും ആ ഭാരം ലഘുവായി മാറും.
ആ ഭാരത്തിനെല്ലാം കാറ്റും സ്പീഡും കൂടി താങ്ങി നിർത്തും. ഇതുപോലെ വചനം വായിക്കുന്ന ആദ്യകാലം വായിക്കണ്ട, നാളെ പ്രാർത്ഥിക്കാം, ഇപ്പം പ്രാർത്ഥിക്കണ്ട, പിന്നെ പ്രാർത്ഥിക്കാം. അപ്പോൾ മകൻ അവിടെ ഇരുന്ന് പെരിച്ചാഴി പറയും, അമ്മേ ഒരു കൊന്ത 2 ദിവസം ചെല്ലിയാൽ മതി എന്ന് പറയും. അപ്പം തന്നെ ആ പാസ്തന പുസ്തകം എടുത്ത് അവനെ തലക്കെട്ടടിക്കണം. അതായത് ഒരു തരം ഫ്രോഡും അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഇന്നല്ലെങ്കിൽ നാളെ പിടിവീഴും. കാരണം എന്താണ്, നിങ്ങളെ അതുകൊണ്ട് തന്നെ ശക്തനും ധീരനുമായിരിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ ദൈവതിരുസന്നിധിയിൽ സത്യത്തോടെ നിൽക്കാൻ നോക്കണം. സത്യത്തോടെ ദൈവത്തിന് മാത്രം 1-ാം സ്ഥാനം കൊടുത്തുകൊണ്ട് ഇത് പ്രയോറിറ്റി ഓഫ് വാല്യൂ. ഒന്നാമത്തെ കൽപ്പന കവന്നതിനതാണ്, നിൻ്റെ കർത്താവ് ദൈവം, നിൻ്റെ ഭർത്താവല്ല, ഇപ്പം ദൈവം തന്നെ. ആ ദൈവത്തിൻ്റെ ഒപ്പം നിന്നെ വേറെ ആരെയും വെക്കരുത്. അല്ല, നീ ആരെയും കോംപ്രമൈസ് ചെയ്യിക്കരുത്. ആ വിഷയത്തിൽ ആ കളത്തിൽ കയറി കളിക്കാൻ ആരും അനുവദിക്കരുത്. കഴിഞ്ഞ ദിവസങ്ങൾ ഒരു മകന്, പേരെന്നാ, ആശുപത്രിയിൽ കിടന്ന് കുറേ ഒരു നല്ല സാക്ഷ്യം ഉണ്ടായിരുന്നു ഇവിടെ, മറന്നു ഞാൻ പേര്. അപ്പോൾ അയാൾ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മകനാണ് എന്നെ ദൈവത്തിനെ ഇപ്പോൾ കാണിച്ചതെന്നാണ് പറയണം. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, മകൻ്റെ കൂടെ മകന് ജനിച്ചപ്പോൾ ചങ്കും കരളും ആമാശയവും കിഡ്നിയും ഒക്കെ പല സ്ഥലത്തായിരുന്നു. അപ്പോൾ ഡോക്ടർ പല സമയത്ത് ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്യാൻ വേണ്ടി, ഇപ്പോൾ ഏതാണ്ട് 95% ആൾക്കാർ, 95,000 ആൾക്കാർ കണ്ടിട്ടുണ്ട്. 1,00,000 ആൾക്കാർ കണ്ടത് ആ സാക്ഷ്യം. എന്നുവെച്ചാൽ ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്യാൻ പലപ്പോഴും ഡോക്ടർ പറഞ്ഞു. കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഈ കുഞ്ഞിന് കിഡ്നി ചങ്കിൻ്റെ അകത്തും നെഞ്ചിൻ്റെ അവിടെയും, പിന്നെ അത് ആമാശയില്ല, അത് തൊടേന്ന് ഇത് വാങ്ങിച്ച് വെച്ചിട്ടാണ്, തൊടേന്ന് ഞരമ്പെടുത്തിട്ടാണ് ആമാശയം രണ്ടാമത് ഉണ്ടാക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ പല അവയവങ്ങളും ഇല്ലാതെ വരും. അതുകൊണ്ട് ജനിക്കുമ്പോൾ തന്നെ ഇത് മരിക്കും. നിങ്ങൾ അബോർട്ട് ചെയ്യണം, നല്ലത് മതി. അപ്പൻ അബോർട്ട് ചെയ്യിക്കത്തില്ല. അപ്പൻ അബോർട്ട് ചെയ്യാതെ വിശ്വാസത്തിൽ തന്നെ അപ്പൻ പിടിച്ച് നിൽക്കും. ആ സാക്ഷ്യം നിങ്ങൾ കേട്ടിട്ടുള്ളവർ ഒന്ന് കൈപൊക്കിക്കേ. അനൂപിൻ്റെ സാക്ഷ്യം. അനൂപ് ഒരു കോംപ്രമൈസ് തയ്യാറാകത്തില്ല. അവസാനം ആ കൊച്ചിന്, ആ മനുഷ്യൻ വിശ്വാസത്തിൽ ദൈവത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് വീണ്ടെടുക്കണ എടുപ്പെന്ന് പറഞ്ഞ ഐതിഹാസികമായ ഒരു ആത്മീയ വിജയത്തിൻ്റെ ചരിത്രമാണ്. കൈയടിച്ച് സ്തുതിക്കണല്ലേ. ഇത്ര നല്ല ദൈവത്തോട് ഇന്നു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ നിന്നെ മുൻപിൽ കാഴ്ചയേകില്ല. ഇത്ര നല്ല ദൈവത്തോട് എന്റെ കൊച്ചു ജീവിതത്തെ നിന്നെ മുൻപിൽ കാഴ്ചയേകില്ല. അതായത് അനൂപ് എന്തുകൊണ്ടാണ് ഡൈവേഴ്സ് ചെയ്യരുത്, അബോർട്ട് ചെയ്യരുതെന്ന് പറയാൻ കാര്യം എന്താണ്? അയാളുടെ ആസ്തിയാണ്. അയാളെ കുഞ്ഞുനാൾ പോലും മാതാവിൻ്റെ ആളാണ്. അപ്പോൾ ഒരു അറ്റ കൈ ഉണ്ടായാൽ അമ്മ അഭയം തരുമെന്ന് അയാൾക്കറിയാം. അതുകൊണ്ട് പക്ഷേ എന്നാലും പലപ്പോഴും പല പ്രശ്നങ്ങൾ കാരണം, ഈ ആമാശയമില്ലാത്ത കാരണവും അതുപോലെ കിഡ്നികൾ സ്ഥലം മാറിയിരിക്കുന്ന കാരണവും കുഞ്ഞിനെപ്പോഴും ഇഷ്യൂസ് ഡെവലപ്പ് ചെയ്യും. പല ഓപ്പറേഷൻ കഴിയും. ഒരു കൊല്ലമൊക്കെയാണ് ICU കിടന്നത്. 22 ലക്ഷം രൂപയാവും ചിലവ്. എന്നിട്ട് ഫൈറ്റ് ചെയ്യണം. ഡോക്ടർമാർ പറയുക, ഡോക്ടർമാരുടെ ആത്മവിശ്വാസം വരെ പോകുമ്പോഴും ഇവൻ ഈ ഉടുത്ത തുണിയാലെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടില്ല. ഉടുത്ത തുണിയാലെ അമ്മയെടുത്ത് വരും. അമ്മയെടുത്ത് വന്നിട്ട് പറയും, ഞാൻ അമ്മയ്ക്ക് ഒരാഴ്ച തരും എൻ്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ. അവിടെ നിന്ന് അവൻ പറയും, ഞാൻ ഉടുത്ത തുണിയാലെ ഷേവ് പോലും ചെയ്യാതെ അമ്മയുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ഞാൻ അമ്മയ്ക്ക് ഒരാഴ്ച തരും. ഇന്ന് ശനിയാഴ്ച, അടുത്ത ശനിയാഴ്ചക്കുള്ളിൽ എൻ്റെ കുഞ്ഞ് റെഡിയായിരിക്കണം, ഞാൻ പോകണമെന്ന് പറയും. അത് ആധികാരികതയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറയാനുള്ള ഒരു ചങ്കൂറ്റം എങ്ങനെ കിട്ടിയതാണത്? നേരത്തെ ദൈവത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ
ആധ്യാത്മിക ജീവിതം നിനക്ക് നൽകുന്ന ഒരു ഈടുവെപ്പാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയങ്ങളുടെ ആത്മാക്കളുമായ ആസ്തി വർദ്ധിപ്പിക്കുന്നു. എന്തു ചെയ്തു നന്ദി ചെല്ലും എന്റെ കൊച്ചു ജീവിതത്തെ ആസ്തി, ഇതാണ് ആസ്തിയും ആത്മവിശ്വാസവും എന്ന് പറയണത്. അയാൾ ദൈവത്തെ ഭീഷണിപ്പെടുത്തിയതല്ല, സങ്കടം കൊണ്ട്, തനിക്ക് പറയാനുള്ള അവസാനത്തെ ആളായതുകൊണ്ടും ഇത് കേൾക്കാൻ ബാധ്യതയുള്ള ആളായതുകൊണ്ടും ദൈവപിതാവ് നമ്മളുടെ സങ്കടങ്ങൾക്ക് നമ്മൾക്ക് കൂടെ നിൽക്കാൻ വേണ്ടി ഏൽപ്പിച്ച ആളായതുകൊണ്ടും അമ്മയ്ക്ക് അതിൻ്റെ ഉത്തരവാദിത്തമുള്ളത് കൊണ്ടും ആ ബോധ്യം ഒരു ശിശുവിനെന്ന പോലെ അവന് ഉള്ളത് കൊണ്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ കുഞ്ഞിനെ സമർപ്പിച്ചുകൊണ്ട് ആ കുഞ്ഞിനെ ജീവനിലേക്ക് കൊണ്ടുവരുന്ന കാഴ്ചയാണ് ആ സാക്ഷ്യം. എന്താ കാര്യം? ഇപ്പം നമ്മൾ കുഞ്ഞ് നോക്കുമ്പോഴേ അവൻ ഓടിക്കളിച്ച് നടക്കണ കാണാം. എത്രയോ പ്രാവശ്യം മരിച്ച കുഞ്ഞിനെയാണിന്ന് അവൻ ഇവിടെ വന്നിട്ട് ഇവിടെ പോലും നിൽക്കാതെ അവൻ ഓടിക്കളിച്ചേക്കുമ്പോൾ നമുക്ക് തന്നെ ഈ പറഞ്ഞ കുഞ്ഞാണോ എന്ന് ഓർക്കും. അതുകൊണ്ട് നമ്മൾ സാക്ഷ്യം ഇട്ടപ്പോഴേ ആ കുഞ്ഞിൻ്റെ പഴയ അവസ്ഥകളെല്ലാം ഇട്ടിട്ടുണ്ട്. ആ സാക്ഷ്യം ഇട്ടപ്പോഴേ അവൻ കരിഞ്ഞു പോയതും കറുത്തിരിക്കണതും അവൻ്റെ 16,000 രൂപ അവൻ്റെ മേത്ത് കിടക്കണതും എല്ലാം സാക്ഷ്യത്തിൽ കിടപ്പുണ്ട്. അവനാണോ ഈ ഓടിക്കളഞ്ഞുകൊണ്ടിരിക്കണത് എന്ന് നമുക്ക് തോന്നിപ്പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം പുനഃസ്ഥാപിക്കാൻ നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പം ജിഷ്മയ്ക്ക് എന്താ സംഭവിച്ചത്? ജിഷ്മയോട് എന്താ പറഞ്ഞത്? എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കും എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ കുറേ സംഭവങ്ങളുണ്ട്. അതെല്ലാം ഉടമ്പടിയുടെ വാഗ്ദാനങ്ങളാണ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്തു ചെയ്തു നന്ദി ചെല്ലും എന്റെ കൊച്ചു ജീവിതത്തെ അടുത്ത വചനം വായിച്ചേ. നിങ്ങളെ ചിതറിച്ചിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ദേശങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടും. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം ഉടമ്പടിയുടെ വാഗ്ദാനങ്ങളാണ്. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഒന്ന് പറഞ്ഞേ. എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കും. ഞാൻ നിന്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. നിന്നെ ചിതറിച്ചിരിക്കുന്ന സ്ഥലത്തിൽ നിന്ന് ഞാൻ നിന്നെ കൂട്ടിച്ചേർക്കും. ആർക്കുള്ള വചനമാണിത്? ഇത് ജിഷ്മയ്ക്കുള്ള വചനമാണ്. എന്താ കാര്യം അറിയാവോ? ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോഴേ അവൾക്ക് ജോലി കിട്ടി. അത് ജോലിയില്ലായിരിക്കരുന്ന്. അമ്മ ജോലി കൊടുത്തു, ഗവൺമെൻറ് ജോലി കൊടുത്തു. അപ്പോൾ തന്നെ പിടിച്ചു നിൽക്കാനുള്ള ഒരു തറയായി. പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ കേസ് തീർന്നപ്പോൾ എന്നാ പറ്റി? അവർ തമ്മിൽ വീണ്ടും യോജിച്ചു. അതെന്തിൻ്റെ പ്രകാരമാണ്? അത് ഈ ജെറമ്യ 29:14. എന്താ കാര്യം? അതായത് നിങ്ങളെ ചിതറിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന്, സെപ്പറേറ്റായ സ്ഥലത്ത് നിന്ന് ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടും. നിങ്ങളുടെ ജീവിത പങ്കാളിയോ മക്കളോ ഭർത്താവോ ഭാര്യയോ ആരും നിങ്ങളിൽ നിന്ന് വേർപെട്ടു പോയാലും ഉടമ്പടി പ്രകാരം അവരെ തിരിച്ചു കൊണ്ടുവന്ന് നിങ്ങളെ ഐക്യപ്പെടുത്താൻ ദൈവം നിങ്ങളെ കാത്തിരിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടിയിലെ ഏറ്റവും വലിയ കാതലായ ദൈവിക ആനുകൂല്യം എന്ന് പറയുന്നത് ദൈവസന്നിധിയിലുള്ള വ്യാപനമാണ്. ദൈവസന്നിധിയിൽ നമ്മൾ ദൈവസാന്നിധ്യത്തിൽ ഉടമ്പടി എന്തിനു വേണ്ടി എടുത്തെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം,
എനിക്ക് ജോലി കിട്ടാനാണ് ഉടമ്പടി എടുത്തതെന്ന് നിങ്ങൾ പറയരുത്. നിങ്ങൾ എന്താണ് പറയേണ്ടത്? എനിക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തതെന്ന് പറയണം. എന്തിനാണ് നിങ്ങൾ ഉടമ്പടി എടുത്തത്? ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ. ബാക്കിയുള്ളത് ചെയ്യണ ദൈവമാണ്. അല്ല, ഞാൻ ഉടമ്പടി എടുത്തത് ജോലി കിട്ടാനാണ്, പെണ്ണ് കെട്ടാനാണ് എന്ന് നിങ്ങൾ പറയരുത്. നിങ്ങളെന്താ പറയേണ്ടത്? ഞാൻ ഉടമ്പടി എടുത്തത് ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ. അതാണ് 17:1. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഉൽപ്പത്തി 17:1. അബ്രാമിന് 99 വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുളി ചെയ്തു, സർവശക്തനായ ദൈവമാണ് ഞാൻ, എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. ഉടമ്പടി ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് ദൈവം ആവശ്യപ്പെടുന്നത് എന്താണ്? എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക, പറഞ്ഞേ, എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായിരിക്കുക. അപ്പോൾ നമ്മൾ എന്തിനാണ് ഉടമ്പടി ചെയ്യണത്? ദൈവത്തിൻ്റെ മുമ്പിൽ വ്യാപരിക്കാനും കുറ്റമറ്റവരായിരിക്കാനും വേണ്ടിയാണ്. ഇതാണ് എൻ്റെ ബേസിക് എന്ന് പറയണത്. ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ദൈവതിരുസന്നിധിയിൽ ദൈവദൃഷ്ടിയിൽ കുറ്റമറ്റവരായി അത് പ്രോസസ്സാണ്. ഓൾനെസ് തടാൻ ചിലപ്പോൾ എല്ലാവർക്കും നടക്കത്തില്ല, പക്ഷെ നമുക്കതിന് വേണ്ടി ശ്രമിക്കാൻ പറ്റും. പ്രാർത്ഥിക്കുക, കർത്താവേ, ഉടമ്പടി പ്രകാരം അങ്ങയുടെ മുമ്പിൽ വ്യാപരിക്കാനും കുറ്റമറ്റവരായിരിക്കാനും എന്നെ സഹായിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 17:4 എടുത്തേ. ഇതാ നീയുമായുള്ള എൻ്റെ ഉടമ്പടി. ആരുമായിട്ട്? എബ്രാത്തിനോട് പറയണ ദൈവം. എന്താണ്? നീയുമായിട്ടുള്ള എൻ്റെ ഉടമ്പടി. അപ്പോൾ 17:4 അനുസരിച്ചിട്ടാണ് ദൈവം 17:1 പറയണത്. എന്തിനാണ്? ഉടമ്പടിക്ക് മുമ്പ് തന്നെ ദൈവം പറയും, ഞാൻ നീയോട് ഉടമ്പടി ചെയ്യാൻ പോവുകയാണ്. ഇതിൻ്റെ പ്രഥമമായ ഉദ്ദേശം എന്താണ്? 17:4 17:4 ഞാൻ നീയുമായിട്ടൊരു ഉടമ്പടി ചെയ്യാൻ പോകുന്നു. എന്തിനാണ് ചെയ്യണത്? 17:1 ഉൽപ്പത്തി പുസ്തകം എന്താ പറയണത്? നീ എൻ്റെ മുമ്പാകെ വ്യാപരിക്കണം, കുറ്റമറ്റവനായിരിക്കണം. പിടിയിട്ടില്ലേ? അപ്പോൾ ഉടമ്പടിയുടെ പ്രഥമ ഉദ്ദേശം IELTS പാസ്സാകാനും OET പാസ്സാകാനും അല്ല. പ്രഥമ ഉദ്ദേശം എന്താണ്? PR കിട്ടാനല്ല, PR കിട്ടാനാ. പ്രഥമ ഉദ്ദേശം എന്ന് പറയണത് ദൈവത്തിൻ്റെ മുമ്പാകെ വ്യാപരിക്കാൻ. അതിനുവേണ്ടി നമ്മൾ രോഗികളെ പോയി കാണും, അവൻ പറയണ പോലെ ചെയ്യും, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കും, സമാധാനത്തോടെ ജീവിക്കും, ആളുടെ കഴുത്തിലും കയറാൻ പോകത്തില്ല. കഴുത്തിൽ കയറുന്നവരെ നമ്മൾ നല്ല ഉപദേശം കൊടുത്തിട്ട് കർത്താവിൻ്റെ വചനത്തേക്ക് നയിക്കും. അങ്ങനെ നമ്മൾ സൽപ്രവൃത്തി ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ മുമ്പാകെ വ്യാപരിക്കും. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. അതായത് ഇതിൻ്റെ ഒരു വിഷയം വെച്ചാൽ ഉടമ്പടിക്കുള്ളൊരു ഗുണമുണ്ട്. അതായത് ഉടമ്പടി പാലിക്കാൻ ഇപ്പം നമ്മൾ ഉടമ്പടിക്ക് ബ്രേക്കായാലും, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ബ്രേക്ക് എന്ന് പറയുന്നത് ചെറുപ്പക്കാരുടെ കൂട്ടത്തിലുള്ള പ്രധാനപ്പെട്ട വാക്കാണ്. ദൈവമായിട്ടും ഇങ്ങനെ ബ്രേക്കാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ദൈവമായിട്ട് ബ്രേക്കായാലും നമ്മളെ മനുഷ്യന്മാർ ബ്രേക്കാകണ പോലെ ബ്രേക്കായി പോകത്തില്ല. കാര്യം ദൈവം വിശ്വസ്തനായിരിക്കും എപ്പോഴായാലും. മനുഷ്യന്മാരാണ് വേറെ ഒരു ആണിനെ പെണ്ണിനെ കാണുമ്പോൾ വാലുവാട്ടിക്കൊണ്ട് അതിൻ്റെ പുറകെ പോകുന്നത്. എന്നിട്ട് തേച്ചിട്ട് നീ എന്നെ അമേരിക്ക കൊണ്ടുപോവുക, നീ എന്നെ കാനഡയിൽ കൊണ്ടുപോവുക, അവനെന്നെ കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ ഈ സംഭവം. അതിനുള്ളിൽ നമ്മുടെ കാശെല്ലാം അവൾ മൊബൈൽ ചാർജ് ചെയ്ത് തീർത്ത് കാണാം. അപ്പം മനുഷ്യന്മാർ പെട്ടെന്ന് തേക്കും, പക്ഷെ ദൈവത്തിന് തേക്കാൻ പറ്റത്തില്ല. പക്ഷെ ദൈവം എങ്ങനെയാണെന്നറിയാവോ? ദൈവം നീ ദൈവത്തിന് ബ്രേക്ക് ചെയ്താലും ദൈവം നിന്നെ ബ്രേക്ക് ചെയ്യത്തില്ല. അത് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആർക്കാണെന്ന് അറിയാവോ? ദാവീദിനാണ്. ദാവീദ് അഭ്യാസം മൊത്തം കാണിച്ചായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, ദാവീദിൻ്റെ കഥ അറിയാമല്ലോ. പക്ഷെ ദാവീദ് പറയും, എൻ്റെ കയ്യിൽ നിന്ന് അബദ്ധം സംഭവിച്ചതാണ്, പക്ഷേ ഉടമ്പടി പ്രകാരം ഞാൻ നിൻ്റെ മുമ്പിലായിരുന്നു, നീ നിൻ്റെ മുമ്പിൽ നിന്ന് എന്നെ സങ്കീർത്തനം 51:11 അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ,
അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. അതായത് സന്നിധിയിൽ നിന്ന് തള്ളിക്കളയണതും പരിശുദ്ധാത്മാവിനെ എടുത്തു കളയണതും ദാവീദിന് ഒരു വിഷയമാണ്. ഒരിക്കൽ നൽകിയ പരിശുദ്ധാത്മാവിനെ റിട്ടേൺ ചെയ്താൽ അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നീ പുറത്തു പോയെന്ന് എൻ്റെ അർത്ഥം. ജെറമിയ 14:21 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജെറമിയ 14:21. അങ്ങയുടെ നാമത്തെ പ്രതി ഞങ്ങളെ നിരാകരിക്കരുതേ, അങ്ങയുടെ മഹത്വത്തിന്റെ സിംഹാസനത്തെ അവമാനിക്കരുതേ, ഞങ്ങളുമായുള്ള അങ്ങയുടെ ഉടമ്പടി അനുസ്മരിക്കണമേ, അത് ലംഘിക്കരുതേ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് പറയണാണ്. എന്താണ് ജെറമ്യ 21:14 എന്താ പറയണത്? 14:21 എന്താണ്? അങ്ങയുമായിട്ടുള്ള ഉടമ്പടി അങ്ങ് ലംഘിക്കരുതേ. എന്ന് വെച്ചാൽ ലംഘിക്കാനുള്ള സാഹചര്യം ചില മനുഷ്യന്മാർക്ക് ഉണ്ടായിപ്പോവും. പക്ഷേ അപ്പോഴും ഈ സങ്കീർത്തകന് ജെറമ്യായ്ക്ക് ഭയങ്കര പ്രതീക്ഷയാണ്. എന്താണ്? ദൈവത്തിൻ്റെ ഭാഗത്ത് എൻ്റെ ഉടമ്പടി ഇപ്പോഴും വാല്യൂ ആണ്. ആ ഒരു ബോധം നമുക്കുണ്ടാകണം. അല്ല നിങ്ങൾ വീണു പോയെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം വീണു പോയെന്ന് ചിന്തിക്കരുത്. നിങ്ങൾ എഴുന്നേറ്റ് വരണം. ശ്രദ്ധിക്കട്ടെ. കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പകുതിയോളം പ്രാർത്ഥന നമ്മൾ കയറിയപ്പോൾ തന്നെ ഈശോ അഭിഷേകവും ദർശനവും നൽകിയായിരുന്നു. ആ സമയത്ത് അനേകം പേരെ കർത്താവ് സ്പർശിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവസാനമായി ആശീർവാദത്തിൻ്റെ സമയത്ത് വീണ്ടും നമ്മൾ രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. നന്നായി ഓൺലൈനിലുള്ളവരും പ്രത്യേകം ഈ സമയത്ത് ജാഗ്രതയോടെ നിൽക്കുക, സൂക്ഷിച്ചുകൊണ്ട് നിൽക്കുക, ദൈവസ്നേഹത്തോടെ നിൽക്കുക. എൻ്റെ ഉടമ്പടിയിൽ നിന്ന് എന്നെ തള്ളിക്കളയെന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ ദുരുസന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയില്ലേ എന്ന് പ്രാർത്ഥിക്കുക. എന്നോട് കണ്ണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ വിശുദ്ധമായ തിരുമുറുവാർന്ന വലത് കരം, ആണിപ്പഴുതാർന്ന അത്ഭുത കരം
കർത്താവ് ഇവിടെ തീർത്ഥാടനത്തിൽ ഓൺലൈനിലും പ്രാർത്ഥിക്കുന്ന അവരെപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും കർത്താവ് ഈ നിന്റെ ആണിപ്പെടുത്താവുന്ന അത്ഭുതകരം അവിടെ ശിരസിൽ വെക്കണേ പ്രാർത്ഥിക്കുന്ന കർത്താവ് അവിടെ സന്ധ്യബന്ധങ്ങൾ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. അവിടെ മാംസപേശികളിലെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. അവിടെ രക്തഞരമ്പുകളിലെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. കർത്താവ് അവരെ കരള്, കിഡ്നി, ആസ്മ രോഗങ്ങൾ, കരൾ രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ, ബ്രെയിൻ്റെ ക്യാൻസർ, ബ്രെയിൻ്റെ ട്യൂമർ, PCOD രോഗങ്ങൾ, കർത്താവ് എല്ലാ രോഗങ്ങളും, കരൾ രോഗങ്ങൾ കർത്താവ്, പാങ്ക്രിയാസ് രോഗങ്ങൾ കർത്താവ്, നടുവലിൻ്റെ വേദനകൾ കർത്താവ് അങ്ങേറ്റെടുക്കണം പ്രാർത്ഥിക്കുന്നു. വെള്ള നിറമുള്ള പാണ്ട് രോഗങ്ങൾ കർത്താവ് തിരുവത്തത് കഴുകണമേ കർത്താവ്. അസ്ഥി ക്ഷയിക്കുന്ന അസുഖങ്ങൾ കർത്താവ്, എല്ലാ തരത്തിലുള്ള മുഴകൾ വരുന്ന രോഗങ്ങൾ കർത്താവ് സ്പർശിക്കണമേ കർത്താവ്. തൈറോയ്ഡ് രോഗങ്ങൾ, ടോൺസിൽ രോഗങ്ങൾ സ്പർശിക്കണേ കർത്താവ്. കണ്ണിന് കാഴ്ച മങ്ങുന്നവർ, ചെവിക്ക് കേൾവി മങ്ങുന്നവരെ സ്പർശിക്കണേ കർത്താവ്. ദൈവത്തിൻ്റെ കരുണ സ്പർശിക്കട്ടെ. ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. അടിപ്പടര പോലെ, വൈദ്യാഘാതം പോലെ ദൈവിക ശക്തിയാൽ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. നാമത്തെ ആരാധനയിലൂടെ മഹത്വപ്പെടുത്തണമേ. പ്രാണപ്രിയ പ്രാണപ്രിയ ചങ്കിലെ ചോര വീണ്ടെടുത്തവനേ, പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോരയാൽ എന്നെയും വീണ്ടെടുത്തു. പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോരയാൽ എന്നെയും വീണ്ടെടുത്തു. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരമേ. ശക്തിയാലല്ല, കൈയുടെ വെളുത്താലല്ല, നിന്റെ എന്നെ നടത്തിയത്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ശരീരം മുഴുവൻ കുരുക്കൾ വരികയും മുതുകത്തോളം 4-5 കുരുക്കുകൾ പഴുത്തു നിൽക്കുകയും ചെയ്യുന്ന വ്യക്തിയെ കർത്താവ് സ്പർശിച്ച് സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഇടത് കിഡ്നി ഡാമേജ് ആണ്, വലത് കിഡ്നി ഇങ്ങനെ പഴുത്തു നിൽക്കുന്ന അവസ്ഥയാണ്. കർത്താവ് വ്യക്തിയെ സ്പർശിച്ചുകൊണ്ടിരിക്കുന്ന ശ്രുതികട ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ തിരുസന്നിധിയിലാണ് നമ്മളായിരിക്കുന്നത്. കൂടുതൽ കൂടുതൽ വിശുദ്ധിയോടെ ജീവിക്കാനാണ്. ഓരോ ദിവസം കഴിയും തോറും നീ സുവിശേഷത്തിൻ്റെ വലിയ ബൃഹത്തായ ദൈവസ്നേഹത്തിൻ്റെ വക്താവാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ്, ജോലിയില്ലാത്ത മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം ഈശോയെ. സാമ്പത്തിക തകർച്ചയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോയെ. ഒരിടവും പരിടമില്ലാതെ, വീടില്ല, വഴിയില്ല, കർത്താവ് വീട് വെക്കാൻ മാർഗവുമില്ലാത്തവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ. അവരെല്ലാം അങ്ങ് സ്പർശിക്കണേ കർത്താവേ. വിവിധ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട് ഈശോയെ, അവർക്ക് അവിടെ താമസിക്കാൻ സ്ഥലം കിട്ടാത്തവരുണ്ട് ഈശോയെ. ജോലി നഷ്ടപ്പെട്ടവരുണ്ട് കർത്താവ്, ജയിലിലായിരിക്കുന്നവരുണ്ട് കർത്താവ്, ഇവിടുന്ന് ജോലി കയറിപ്പോകാൻ പോകുന്നുണ്ട് കർത്താവ്. നീറ്റിൻ്റെ പരീക്ഷ എഴുതിയ മക്കളുണ്ട് ഈശോയെ, മറ്റ് ആനുവൽ എക്സാം എഴുതിയ മക്കളുടെ കർത്താവ്, റിസൾട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് കർത്താവ്. അവരെല്ലാം അവരുടെ കഴിവിനേക്കാൾ ഉപരി കർത്താവ് ദൈവത്തിൻ്റെ കൃപയാൽ അവരെ എല്ലാം ഉന്നതമായ വിജയത്തിലേക്കും ഉന്നതമായ വിദ്യാഭ്യാസത്തിലേക്കും ഉന്നതമായ ജോലിയിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള എല്ലാ ദൈവിക തടസ്സങ്ങളും യേശുക്രിസ്തു നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ശ്രുതികട്ടെ ഹല്ലേലൂയ. ചില ജീവിതത്തിൽ തടസ്സങ്ങൾ നീങ്ങിപ്പോയിക്കൊണ്ട് നാമത്തെ ആരാധനയുടെ എൻ്റെ മക്കളെ, ജപ്തി നടപടി നേരിടുന്നവരെ, മക്കളെ ഓർത്ത് ദുഃഖിക്കുകയും അവർക്ക് ജോലിയില്ല, അവർക്ക് വേറെ ബന്ധങ്ങളിൽ പെട്ടുപോയി, കുടുംബത്തിൽ കയറുന്നില്ല, വിളിച്ചിട്ട് എടുക്കണില്ല, അവർക്ക് ഡിപ്രഷനാണ്, അങ്ങനെയൊക്കെയുള്ള മക്കളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന സമയമാണിത്. അതുപോലെ ലഹരി പദാർത്ഥങ്ങൾ അടിപ്പെട്ടു പോയ ഭർത്താക്കന്മാരുണ്ട്, അപ്പന്മാരുണ്ട്, അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന സമയമാണിത്. അടഞ്ഞുപോയ കെട്ടിടങ്ങൾ,
വാടക പോയിട്ട് പണം കൊടുത്തിട്ട് തിരികെ കിട്ടാത്തവർ, വാടക കൊടുത്ത് കെട്ടിടങ്ങൾ ഒഴിപ്പിക്കാൻ പറ്റാതിരിക്കുന്നവർ, വീടുകൾ കെട്ടിയിട്ടിട്ട് അത് വിൽക്കാൻ പറ്റാതിരിക്കുന്നവർ, വാടക കൊടുക്കാൻ പറ്റാതിരിക്കുന്നവർ, തർക്കപ്പുരയിടങ്ങൾ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രേഖകൾ, സർട്ടിഫിക്കറ്റുകൾ കിട്ടാത്തവർ, കളഞ്ഞു പോയവർ ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കൾ ഇല്ലാത്തവർ, 7 വർഷമായിട്ട് മക്കളില്ലാത്തവർ ഈശോ നേരിട്ട് കാണിക്കുന്നുണ്ട് ഇപ്പോഴേ. പക്ഷെ ഭർത്താവിന് അസ്ഥിക്ക് അകൽച്ചയാണ്. അത് സുഖപ്പെടുത്തിക്കൊണ്ട് അവർക്ക് കുഞ്ഞിനെ കൊടുക്കും, അവർക്കൊന്ന് സാക്ഷ്യം പറയാൻ കഴിയും. പ്രാണപ്രിയ ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. പ്രാണപ്രിയ, പ്രാണപ്രിയ, ചങ്കിലെ ചോര കൊണ്ട് വീണ്ടെടുത്തവനേ, പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോരയാൽ എന്നെയും വീണ്ടെടുത്തു. പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോരയാൽ എന്നെയും വീണ്ടെടുത്തു. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ എന്നെ നടത്തിയത്. ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ എന്നെ നടത്തിയത്. സെപ്പറേഷനിലിരിക്കുന്ന മാതാപിതാക്കന്മാര്, ഭാര്യാഭർത്താക്കന്മാര്, കേസിലും കുടുംബ കോടതിയിലും ഹൈക്കോടതിയിലും ഒക്കെ കേസിലിരിക്കുന്നവർ, കുഞ്ഞുങ്ങളുടെ പേരിൽ തർക്കങ്ങളുള്ളവർ, അതുപോലെ തന്നെ വിവിധങ്ങളായ മറ്റ് അവിശ്വസ്തത കാരണം കുടുംബത്തിൽ അവിശ്വസ്തത, ചിലപ്പോൾ വേറെ പെണ്ണുങ്ങളോട് ബന്ധം, ചില പുരുഷന്മാരുടെ ബന്ധം, അതിൻ്റെ പേരിൽ കുടുംബത്തിൽ സെപ്പറേഷൻ വന്നു പോയിട്ടുള്ളവർ, അനീതി അനുഭവിക്കുന്നവർ, അവർക്ക് ദൈവം മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞു മനഃപൂർവ്വമുള്ള കരുതിക്കൂട്ടിയുള്ള അവിശ്വസ്തതയിൽ, അതായത് അക്രമങ്ങളാണ് ശരിക്കും. വയലൻസ് എന്ന് പറയണതാണ് ശരിക്കും. ഒരു ജീവിത പങ്കാളി, ഭർത്താവോ ഭാര്യയോ വേറെ ഒരു ജീവിത പങ്കാളിയുമായിട്ട് ബന്ധപ്പെടുകയും അവരുമായിട്ട് ബന്ധം ഉണ്ടാകുകയും സ്വന്തം ജീവിത പങ്കാളിയെ അമർച്ച ചെയ്യുകയും ചെയ്യുമ്പോൾ അത് കോടതിയിൽ നിന്നും അപ്പുറത്തുള്ളൊരു വയലൻസാണത്. ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ തീരാത്ത വയലൻസാണ്. അങ്ങനെയുള്ള ഇരകൾ അതിൽ നിന്ന് എത്രയും വേഗം രക്ഷപ്പെടാൻ വേണ്ടി ഇടിമുഴക്കാൻ പോലെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന. താവരേണമേ എങ്ങൾ നിറയണമേ, താവരേണമേ സൗഖ്യം നൽകണമേ. മുട്ടതിക്ക് മക്കളെ, അവനുമായി പ്രാർത്ഥിക്കട്ടെ. സമാപന ആശീർവാദമാണ്. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും, നമ്മുടെ ജീവിതത്തിൽ ഇപ്പം നൊമ്പരപ്പെടുത്തുന്ന വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ജെറമിയ 29:14 തിരുവചനത്തിൻ്റെ വലിയ വെളിപാടനുസരിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്നാണ് ഈശോ നമ്മളോട് പറഞ്ഞത്. ദാവീദിൻ്റെ പ്രാർത്ഥന പോലെ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ഞങ്ങളെ തള്ളിക്കളയരുതേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിൽ നിന്ന് തിരികെ എടുക്കരുതേ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ശിരസ്സ് നമിച്ച് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്ക് ആരാധന. ആവേ 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 മരിയ, ആവേ ആവേ മരിയ. അറിയിപ്പുകൾ. ഒന്ന്, എല്ലാ ദിവസവും 7:30 മണിക്കാണ് നമ്മുടെ കുർബാന ഇവിടെയുള്ളത്. ഉടമ്പടി ഫസ്റ്റ് ബാച്ച് 7 മണിക്കാണ്, സെക്കൻഡ് ബാച്ച് 11 മണിക്ക്, തേർഡ് ബാച്ച് 2:15 മണിക്ക്. അച്ഛനെ കാണാൻ ഉദ്ദേശിക്കുന്നവർ വ്യാഴവും ഞായറും വരരുത്, അച്ഛനുണ്ടാവത്തില്ല. മറ്റുള്ള ദിവസങ്ങളിൽ മതിയായ രേഖ ഉണ്ടാകണം. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് സാധൂകരിക്കുന്ന രേഖകൾ കയ്യിലുണ്ടാകണം. ഉടമ്പടി എടുത്തതായിരിക്കണം. കാര്യം ഞാൻ 150 പേരെ ഒരു ദിവസം കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർക്ക് ഈ ഉടമ്പടി അച്ഛനെ കാണാനാണ് ഉടമ്പടി എടുക്കണത്? അല്ല, ഇതുമായിട്ട് ഞാൻ നിങ്ങളിങ്ങനെ പറയണ കൊണ്ട് നിങ്ങളെ കാണുന്നു എന്ന് പറഞ്ഞേ ഉള്ളൂ. ബാക്കി ഉടമ്പടി ഒരു ദിവസം 100-500 പേരെടുക്കും, കൂടുതലെടുക്കും. അപ്പോൾ അവരൊക്കെ എല്ലാം സാക്ഷ്യം പറയുന്നുണ്ടല്ലോ. അപ്പം അച്ഛനെ കാണുന്നതല്ല ഉടമ്പടിയുടെ ലക്ഷ്യം. ഉടമ്പടി അമ്മയെ കാണുന്നതാണ് എൻ്റെ ലക്ഷ്യം. മര്യാദക്ക് ജീവിച്ച് ഉടമ്പടി വൃത്തിയായിട്ട് ചെയ്താൽ പിന്നെ അച്ഛനെ കാണേണ്ടി വരത്തില്ല. അച്ഛനെ കാണാൻ ഇടിവെക്കണതിൻ്റെ അകത്ത് പകുതി ശതമാനം ആൾക്കാർ ഉടമ്പടി ഉഴപ്പിയവരാണ്. അവരെ കാണുമ്പോൾ എനിക്കറിയാം, അവർ അതിൻ്റെ മനസ്സിൽ പറയും ഉടമ്പടി ഉഴപ്പിപ്പോയി, ഇനി അച്ഛനെയും കണ്ടേക്കാം. അതാണ് ഉടമ്പടി ഉഴപ്പിപ്പോയി, എന്നാൽ പിന്നെ അച്ഛനെങ്കിലും കണ്ടേക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ചില ആൾക്കാർ വരണത്. അതുകൊണ്ടാണ് അവർക്കത് ബലമില്ലാത്തത്. കാര്യം അൾത്താരയിൽ വെറും 3 മിനിറ്റ് ഒരാൾക്ക് കിട്ടത്തുള്ളൂ. അതൊരു 30 മിനിറ്റ് കിട്ടിയ ഒരു സംഭവമാണ്. കാര്യം വൃത്തിയും മെനയുമായിട്ട് കൃത്യമായിട്ട് ഇത് ഉടമ്പടി ജീവിച്ചിരിക്കുന്നവന് ജസ്റ്റ് അമ്മയെന്തെന്ന് അവൻ്റെ പേരെന്ന് പറഞ്ഞാൽ മതി ആ വിഷയത്തിൻ്റെ മേലെ, അല്ലെങ്കിൽ അവൻ ഉന്നയിക്കുന്ന വിഷയത്തിൻ്റെ മേലെ. അപ്പം നിങ്ങൾക്ക് അച്ഛനിങ്ങനെ ഇത് പറയണം, അങ്ങനെ പറയല്ല. നിങ്ങൾ സാക്ഷ്യം നോക്കിയാൽ മനസ്സിലാവും. ലോകത്ത് ഏറ്റവും കൂടുതൽ സാക്ഷ്യം നടക്കുന്നതാണ്, അല്ലാതെ കേരളത്തിലല്ല. നിങ്ങൾ നെറ്റ് പരിശോധിച്ച് നോക്കിക്കോ, ലോകത്ത് ഏറ്റവും കൂടുതൽ. കാര്യം ഇത് നമ്മളുടെ ഒരു മഹിമയല്ല, ഇത് മാതാവിൻ്റെ ഒരു വിഷയമാണ്. അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സഭ വത്തിക്കാൻ ഏറ്റെടുക്കണം ഇത്. എന്നിട്ട് അമ്മയുടെ സമയഘടികാരം നിലനിർത്തി പ്രത്യക്ഷപ്പെട്ടതിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ വിഷയം, അതിൻ്റെ പ്രാർത്ഥന, അതിൻ്റെ കാരണം എന്താണെന്ന് സഭ ലോകത്തോട് പറഞ്ഞ് ദൈവത്തിന് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന വലിയ പദ്ധതിയാണ്. അതുകൊണ്ടാണ് അവിടെയാണ് അതിൻ്റെ പ്രാധാന്യം കിടക്കുന്നത്. അതുകൊണ്ടാണ് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഇതിൻ്റെ പ്രധാനപ്പെട്ട മർമ്മമായിട്ട് വരണം. അതാണ്. അതുകൊണ്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചുമ്മാ ചെല്ലുമ്പോൾ നിങ്ങൾ എല്ലാവരും പ്രത്യക്ഷീകരണ പ്രാർത്ഥന, ഞാൻ ഈ പ്രത്യക്ഷ പ്രാർത്ഥന 33 ദിവസം ചെല്ലി, 33 പ്രാവശ്യം ചെല്ലിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ എന്തിനാ ചെല്ലിയത്? എനിക്ക് മക്കളുണ്ടാകാൻ. മണ്ണാൻ കെട്ട. നീ 33 പ്രാവശ്യം പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലുമ്പോൾ നീ എന്താ മനസ്സിൽ പറയേണ്ടത്? നിനക്ക് മക്കളുണ്ടാകാൻ വേണ്ടിയല്ലേ ചെല്ലണത്. ദൈവത്തോട് ആദ്യം പറഞ്ഞത് എന്താണ്? മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സഭ, അതാണ് ദൈവിക ലക്ഷ്യമെന്ന് പറയണം. അല്ലാതെ നിങ്ങൾക്ക് IELTS പാസ്സാകാൻ വേണ്ടി 30 പ്രാവശ്യം ചെല്ലിയെന്ന് പറയണത് നിങ്ങളുടെ അത് വർക്കൗട്ട് ചെയ്യാൻ പാടാണത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ 33-40 പ്രാവശ്യം ചെല്ലിക്കുമോ, പക്ഷേ അതിൻ്റെ ഉദ്ദേശത്തിലെ ഒന്നാമത്തെ ഉദ്ദേശം എന്തായിരിക്കണം? മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സഭ അംഗീകരിക്കുക എന്നുള്ളതായിരിക്കണം. മക്കളെ, ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് മെയ് മാസം, ഞാൻ പറഞ്ഞില്ലേ മെയ് മാസം അമ്മയുടെ മാസമാണ്. ഇപ്പം തന്നെ അമ്മ വേറെ ഒരു കോണ്ടിനെൻറ്റിലാണ് അമ്മ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. അതെ, ചിക്കാഗോയിൽ. അപ്പം അതിന് ഒരു വലിയൊരു അഭയമായിട്ട് എല്ലാ ഇതുപോലെ സാമ്രാജ്യങ്ങളിലും ഭൂഖണ്ഡങ്ങളിലുമൊക്കെ ഇതുപോലെ കൃപാസനം മാതാവിൻ്റെ ജനങ്ങൾക്ക് ആശ്വാസ സങ്കേതങ്ങളുണ്ടാകും. അപ്പം അതിൻ്റെ ഈ മെയ് മാസമാണ്.
അപ്പോൾ അമ്മ അവിടെ വണക്കം തുടങ്ങിയേ ഉള്ളൂ. അപ്പോൾ വണക്കം ഇനിയും ഏറ്റെടുക്കാത്തവരുണ്ടെങ്കിൽ ഓഫീസുകളിൽ ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് വണക്കം സ്വന്തമായിട്ട് ഈ നിയോഗത്തിന് വേണ്ടി വണക്കം ഏറ്റെടുക്കാവുന്നതാണ്. എല്ലാ ദിവസവും 5:30 വണക്കം തുടങ്ങും. അപ്പോൾ നിങ്ങൾ ഓൺലൈനിൽ വണക്കം കൂടുകയും ചെയ്യണം. ഓക്കെ, താങ്ക് യു.